മത്സ്യകൃഷി രീതികളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് കുറെ മത്സ്യകൃഷി രീതികളുണ്ട്. പക്ഷെ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദീകരിക്കാനുള്ള സമയം കിട്ടില്ല. എങ്കിലും ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഫിഷറീസ് വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന പദ്ധതികളെ കുറിച്ച്, നൂതന മത്സ്യകൃഷി പദ്ധതികളെ കുറിച്ച് ഞാൻ ഒരു 2 പദ്ധതികളെ കുറിച്ചിട്ടാണ് കുട്ടികൾക്ക് വേണ്ടി ഇവിടെ അവതരിപ്പിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അത് നമ്മുടെ ഈ ഒരു ആനുകാലിക ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ നമ്മൾ തന്നെ കൂടുതൽ കർഷകർ രംഗത്തേക്ക് വരുന്നതും കുട്ടികൾക്ക് വീടുകളിൽ ചെയ്യാൻ പറ്റുന്നതും അങ്ങനെയുള്ള 2 വീടുകളിലും കായലിനോട് പൊതുജലാശയങ്ങളുടെ സമീപത്ത് താമസിക്കുന്ന കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്നതും കർഷകർക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഇപ്പോൾ നമ്മൾ വളരെ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ 2 മത്സ്യകൃഷി രീതികളെ കുറിച്ചിട്ടാണ് ഞാൻ ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മളിപ്പോ സാധാരണ പറയുമ്പോൾ ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ധാരാളം നദികള്, കായലുകൾ, തടാകങ്ങൾ എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള ജലസ്രോതസ്സുകളുണ്ട്. പക്ഷേ ഇത്രയും കാലമായിട്ടും ഇത്രയും ജലസ്രോതസ്സുകൾ നമ്മൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ഇപ്പൊ ഈ അടുത്ത സമയത്ത് എന്ന് വെച്ചാൽ അടുത്ത സമയം എന്ന് പറയുന്നത് 2-3 വർഷമായിട്ട് നമ്മുടെ ഫിഷറീസ് വകുപ്പ് വളരെ നല്ല രീതിയിൽ പല ജനകീയ മത്സ്യകൃഷി പദ്ധതി, അങ്ങനെ ഇപ്പൊ സുഭിക്ഷ കേരളം പദ്ധതി, ഇങ്ങനെയുള്ള പദ്ധതികളിലൂടെ ധാരാളം സ്കീമുകൾ, മത്സ്യകൃഷി സ്കീമുകൾ നടപ്പിലാക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് പിന്നെ ഇങ്ങനെയുള്ള മത്സ്യകൃഷി പദ്ധതിയിലൂടെ നമ്മുടെ സംസ്ഥാനത്തെ നിലനിൽക്കുന്ന ഇപ്പം നമുക്ക് ആവശ്യത്തിനുള്ള മത്സ്യം നമുക്ക് ഇപ്പോൾ ലഭ്യമല്ല. കാരണം പ്രത്യേകിച്ചും ഫ്രഷ് ആയിട്ടുള്ള മത്സ്യം. അപ്പൊ അതിന് ഒരു പരിഹാരം എന്നോണം നമ്മൾ അതിസാന്ദ്രത മത്സ്യകൃഷി എന്നുള്ള ഒരു രംഗത്തേക്ക് കടക്കുകയാണ്. അങ്ങനെ അതിസാന്ദ്രത മത്സ്യകൃഷിയാണ് ഞാൻ ഈ 2 തരം ഇവിടെ പറയാമെന്ന് ഞാൻ പറഞ്ഞത്. അതിനകത്ത് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യകൃഷിയാണ് ബയോഫ്ലോക്ക് മത്സ്യകൃഷി. ഈ ബയോഫ്ലോക്ക് മത്സ്യകൃഷി ഇപ്പൊ നിങ്ങൾ കുട്ടികളിൽ പലരും പിന്നെ ഇതിനെക്കുറിച്ച്, കുട്ടികളല്ല ടീച്ചേഴ്സ് ആയാലും ഇതിനെക്കുറിച്ച് കണ്ടിട്ടും കേട്ടിട്ടും ഉണ്ടായിരിക്കാം. കാരണം ഇപ്പൊ ഒരുപാട് കർഷകര് ഇപ്പൊ ഈ ഒരു പദ്ധതിയിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പം ഫിഷറീസ് വകുപ്പ് ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിലാണ് സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായിട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പും ഫിഷറീസ് വകുപ്പും സംയുക്തമായിട്ടാണ് ഇങ്ങനത്തെ ഈ പദ്ധതി ഇപ്പൊ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പദ്ധതി, ഇതിന്റെ ടാങ്ക് എങ്ങനെ നിർമ്മിക്കാം, ഇപ്പൊ വളരെ ചെറിയ കുറച്ച് സ്ഥലത്ത് ചെയ്യാൻ പറ്റുന്ന, കുറച്ച് സ്ഥലം മതിയാവും ഇങ്ങനെ ഒരു ടാങ്ക് നിർമ്മിച്ച് കൂടുതൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് കൂടുതൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് വളരെയധികം പ്രയോജനപ്രദമായിട്ടുള്ള ഒരു മത്സ്യകൃഷി രീതിയാണ് ഈ ബയോഫ്ലോക്ക് മത്സ്യകൃഷി. അപ്പൊ ഇത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ടാങ്ക് നിർമ്മാണമാണ്. അപ്പൊ ഇത് ടാങ്ക് നിർമ്മാണത്തെ കുറിച്ച് പറയുന്നതിന് മുന്നായിട്ട് എന്താണ് ഈ ബയോഫ്ലോക്ക്? ഇപ്പൊ പുതിയതായിട്ട് കേൾക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ബയോഫ്ലോക്ക് എന്താണ്, ഇതിന്റെ പ്രത്യേകത എന്താണ് എന്നുള്ള കാര്യങ്ങൾ അറിയാൻ വളരെയധികം താല്പര്യമുണ്ടായിരിക്കും. പ്രത്യേകിച്ച് കുട്ടികൾക്കൊന്നും അതിനെക്കുറിച്ച് അധികമായിട്ട് അറിയത്തില്ലായിരിക്കാം. അപ്പൊ ഈ ബയോഫ്ലോക്ക് മത്സ്യകൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചെലവ് കുറഞ്ഞതാണ്, നൂതനമായ കൃഷി രീതിയാണ്, അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്നതും പരിസ്ഥിതിയുമായി ഇണങ്ങിച്ചേർന്നിരിക്കുന്നതും സുസ്ഥിരവുമായ ഒരു മത്സ്യകൃഷി രീതിയാണ് ബയോഫ്ലോക്ക് മത്സ്യകൃഷി. ഇതിന്റെ അടിസ്ഥാന തത്വം എന്ന് പറഞ്ഞാല് അജൈവ നൈട്രജനെ ശരിയായ അനുപാതത്തിൽ കാർബൺ അടങ്ങിയ വസ്തുക്കൾ ചേർത്ത് ഹെട്രോട്രോപിക് ബാക്ടീരിയകളുടെ സഹായത്തോടു കൂടി മൈക്രോബിയൽ പ്രോട്ടീൻ ആക്കി മാറ്റുന്നു എന്നതാണ്. ഇതിപ്പോ പറയുമ്പോൾ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം. പുതിയൊരു കാര്യം പറയുകയാണ്. അപ്പം അത് ഇങ്ങനൊരു നമ്മളിപ്പം സാധാരണ ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ് വരുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല. ഇപ്പൊ കർഷകരെടുത്ത് നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴും ഇങ്ങനെ ഇത് പറയേണ്ട കാര്യമില്ല. കുട്ടികൾക്കായതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുകയാണ്. കാരണം ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് കർഷകർക്കിടയിലും ഇത് എന്താണ് എന്നുള്ളൊരു ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ബയോഫ്ലോക്ക് മത്സ്യകൃഷി എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ ബയോഫ്ലോക്ക് മത്സ്യകൃഷി എന്താണെന്നൊരു ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറയാൻ പറ്റണം. അതാണ് ഞാനിപ്പോൾ പറഞ്ഞ ഈ ഒരു കാര്യം എന്ന് വെച്ചാൽ അജൈവ നൈട്രജനെ ശരിയായ അനുപാതത്തിൽ കാർബൺ അടങ്ങിയ വസ്തുക്കൾ ചേർത്ത് ഹെട്രോട്രോപിക് ബാക്ടീരിയകളുടെ സഹായത്തോടെ മൈക്രോബിയൽ പ്രോട്ടീൻ ആക്കി മാറ്റുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഈ ഒരു സിസ്റ്റത്തിലൂടെ വളരെ ചുരുങ്ങിയ ഏരിയയിൽ കൂടുതൽ മത്സ്യക്കുഞ്ഞുങ്ങളായിട്ട് വളർത്തുന്ന ഒരു കൃഷി രീതിയാണ്. സാധാരണ മത്സ്യകൃഷി എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് മത്സ്യത്തിന് നമ്മൾ തീറ്റ കൊടുക്കുന്നുണ്ട്. ഈ തീറ്റയിൽ നിന്ന് വേസ്റ്റ് ഉണ്ടാവും, അതുപോലെ ഇതിന്റെ കാഷ്ടത്തിൽ നിന്നുള്ള വേസ്റ്റ് ഉണ്ടാവും. ഈ വേസ്റ്റിൽ നിന്ന് അമോണിയ ഉണ്ടാവും. ഈ അമോണിയ അധികരിച്ച് വന്നു കഴിഞ്ഞാൽ അത് വിഷമയമായി മാറുകയും മത്സ്യം ചത്തുപോവുകയും ചെയ്യും. അപ്പൊ ഇത്രയും കൂടുതൽ മത്സ്യങ്ങളെ എങ്ങനെയാണ് ഇത്രയും ചെറിയ ഒരു ഏരിയയിൽ വളർത്തുന്നത്? അപ്പൊ അമോണിയ ഉണ്ടാവില്ലേ? അമോണിയ വന്നു കഴിഞ്ഞാൽ മത്സ്യങ്ങളെല്ലാം ചത്തുപോയില്ലേ? നമ്മൾ സാധാരണ കുളങ്ങളിലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അത് വളരെ വലിയ ഏരിയയാണ്. അപ്പൊ അവിടെ ആകുമ്പോഴത്തേക്ക് ഈ ഇത്രയും പ്രശ്നങ്ങൾ വരത്തില്ല. അമോണിയ ഉണ്ടായാലും അത് മണ്ണുമായിട്ട് പ്രവർത്തിച്ച് അതിന്റെ ഇത് നിർവീര്യമാക്കി കളയും. പക്ഷെ ഈ ഒരു ചെറിയ സംവിധാനത്തിൽ അങ്ങനെ നമുക്ക് ഇതിനകത്ത് വാട്ടർ എക്സ്ചേഞ്ച് ഇല്ല.
അപ്പൊ ഇതെല്ലാം ഇതിനകത്ത് തന്നെ കിടക്കുകയാണ്. അപ്പൊ അവിടെ ഉണ്ടാകുന്ന അമോണിയയെ കൺവേർട്ട് ചെയ്ത് പ്രയോജനപ്രദമായിട്ടുള്ള രീതിയിലുള്ള പ്രോട്ടീനാക്കി മാറ്റി അതിന് സഹായിക്കുന്നതാണ് ഹെറ്ററോട്രോപിക് ബാക്ടീരിയ. ആ പ്രോട്ടീൻ ഇതിന് ഭക്ഷണമാകുകയും ചെയ്യും. ഈ അമോണിയ കൺവേർട്ട് ചെയ്ത് നൈട്രേറ്റ് ഇങ്ങനെയായി മാറുകയും ചെയ്യും. അപ്പൊ ഇതാണ് ഈ ബയോഫ്ലോക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു കൃഷിയിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഇതിന്റെ ടാങ്കിന്റെ നിർമ്മാണമാണ്. ടാങ്ക് നിർമ്മിക്കുന്നത് എങ്ങനെ? കാരണം ഇപ്പം ഈ ഒരു മത്സ്യകൃഷി ഒരുപാട് കൺസൾട്ടന്റ് അങ്ങനെ ഒരുപാട് ആൾക്കാർ പ്രൈവറ്റ് രംഗത്ത് ഒരുപാട് പേരുണ്ട്. ഇപ്പൊ പലരും പല രീതിയിലാണ് ഇപ്പൊ ഈ ഒരു ടാങ്ക് നിർമ്മാണത്തിന് വേണ്ടിയിട്ടായാലും ഇതിന്റെ മത്സ്യകൃഷി ചെയ്യുന്നത് എങ്ങനെ, ഇതിന്റെ ടെക്നോളജി പറഞ്ഞു കൊടുക്കുന്നതിനായാലും ഒരുപാട് പേര് കർഷകരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ ഇപ്പൊ ഒരു ടാങ്ക് നിർമ്മിക്കുന്നതിന് എത്ര രൂപയാകും എന്നൊക്കെ നമുക്ക് ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ ഈ രംഗത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു ടാങ്ക് നിർമ്മിക്കുന്നതിന് എത്ര രൂപയാകും എന്ന് നമുക്ക് വ്യക്തമായ ധാരണയുണ്ട്. പക്ഷേ നമ്മൾ വേറൊരു പാർട്ടിയെ ഏൽപ്പിക്കുമ്പോൾ അവർ ഇത്ര രൂപ ചെലവാകുമെന്ന് പറയുമ്പോൾ കർഷകൻ അത് കൊടുക്കുകയാണ്. അപ്പൊ വലിയ ചെലവേറിയ ഒരു കൃഷി രീതിയായിട്ട് മാറും. അതേ സമയത്ത് നമ്മൾ തന്നെ ഈ ടാങ്ക് നിർമ്മിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരായി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇത് സ്വന്തമായി ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പൊ ഞങ്ങൾ തന്നെ ചെയ്തു. കാരണം നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പൊ ഈ ഒരു പദ്ധതി തുടങ്ങി വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ എല്ലാ ജില്ലകളിലും ഡെമോൺസ്ട്രേഷൻ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് എല്ലാ ജില്ലയിലും തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ തുടങ്ങിയ സമയത്ത് നമ്മൾ ഉദ്യോഗസ്ഥർ തന്നെ ഇത് ചെയ്ത് പഠിക്കുകയായിരുന്നു. കാരണം നമുക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. അപ്പൊ ഇത് എങ്ങനെയാണ് ഇതിന്റെ രീതികളെന്ന് അറിയാൻ വേണ്ടി നമ്മൾ തന്നെ ചെയ്ത് പഠിക്കുകയായിരുന്നു. അപ്പൊ ടാങ്ക് നിർമ്മാണം എത്രത്തോളം ആണ്, എങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ഓരോരുത്തരും നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് അവരവർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരുപാട് പൈസ വെളിയിൽ കളയേണ്ടതായിട്ടുള്ള ആവശ്യം ഇല്ല. അപ്പൊ ഞാനിപ്പോ നമ്മുടെ സ്കീമിൽ എങ്ങനെയാണ് ഇതിന്റെ അളവ് എത്രയാണ്, ഇതിന്റെ ആഴം, ഇതിന്റെ വ്യാസം, അതിനെ കുറിച്ച് അത് ബേസ് ചെയ്തിട്ടാണ് ഞാനിപ്പോ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ നടപ്പിലാക്കുന്ന ഈ ബയോഫ്ലോക്ക് മത്സ്യകൃഷിയിൽ 5 മീറ്റർ വ്യാസമുള്ള ടാങ്കാണ് നിർമ്മിക്കുന്നത്. 5 മീറ്റർ വ്യാസം. അതിന്റെ ആഴം 1.2 മീറ്റർ ആണ്. 1.2 മീറ്റർ ആഴം വരുന്നത് അതിന്റെ അറ്റത്താണ് 1.2 മീറ്റർ ആഴം വരുന്നത്. അതിന്റെ മധ്യഭാഗത്ത് 1.5 മീറ്റർ ആണ് ആഴം. എന്ന് വെച്ചാൽ ഒരു സ്ലോപ്പ് അവിടെ നമ്മൾ ഈ ടാങ്ക് നിർമ്മാണ സമയത്ത് തന്നെ ഒരു സ്ലോപ്പ് അവിടെ ഉണ്ടാക്കണം. കാരണം 1.2 മീറ്റർ അതിന്റെ പെരിഫറിയിലും അതിന്റെ സെന്റർ ഭാഗത്ത് 1.5 മീറ്ററും. ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്ലോപ്പ് കൊടുക്കുമ്പോൾ ഇതിനകത്ത് ഉണ്ടാകുന്ന വേസ്റ്റ് ആ മധ്യഭാഗത്തേക്ക് വരുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ മധ്യഭാഗത്ത് ഈ വേസ്റ്റ് പുറത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവം വെച്ചിട്ടുണ്ട്. ഒരു ടാങ്ക് കണക്ടർ വെച്ചിട്ടുണ്ട്, ഡ്രെയിൻ പൈപ്പ് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലെ കൂടി ഈ വേസ്റ്റുകൾ പോകുന്നതിന് വേണ്ടിയിട്ടാണ്. വേസ്റ്റുകൾ പോകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് എപ്പോഴും നമുക്ക് തുറന്ന് വേസ്റ്റ് കളയേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു സിസ്റ്റത്തില് ഈ ഒരു ബാക്ടീരിയയുടെ പ്രവർത്തനം മൂലം ഈ അമോണിയ കൺവേർട്ട് ചെയ്ത് ഉപകാരപ്രദമായ പ്രോട്ടീനായിട്ട് മാറും. പക്ഷെ എങ്കിലും ചില സമയത്ത് നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ, ചിലപ്പോൾ നമ്മുടെ കൺട്രോളിൽ കിട്ടാതെ വരുമ്പോഴത്തേക്കൊക്കെ നമുക്ക് ചിലപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഡ്രെയിൻ ചെയ്ത് ഈ വെള്ളം പുറത്തേക്ക് കളയേണ്ടതായിട്ട് വരും. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള ഈ ഡ്രെയിൻ പൈപ്പ് സെറ്റ് ചെയ്തേ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സംഭവങ്ങളെല്ലാം ആദ്യമേ തന്നെ ചെയ്തു വെക്കുന്നത്. അപ്പൊ ഇതിന്റെ ഈ 5 മീറ്റർ ഡയ ടാങ്കിന്റെ ജലസംഭരണ ശേഷി 20,000 ലിറ്റർ ആണ്. അപ്പൊ 20,000 ലിറ്റർ വെള്ളത്തില് 5 മീറ്റർ വ്യാസമുള്ള ടാങ്കില് 1.2 മീറ്റർ അഗ്രഭാഗവും 1.5 മീറ്റർ മധ്യഭാഗവും ആയ രീതിയിലാണ് നമ്മൾ ഈ ടാങ്ക് നിർമ്മിക്കുന്നത്. അപ്പൊ ആദ്യം ആയിട്ട് നമ്മളിപ്പം ഒരു സംഭവത്തിലേക്ക് കടക്കുകയാണ്, ഒരു കൃഷിയിലേക്ക് കടക്കുകയാണ്. നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതിന്റെ സ്ഥലം ഒരുക്കുകയാണ്. സ്ഥലം ഒരുക്കുന്നു. പിന്നെ നമ്മൾ ഇതിന്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുന്നു. പിന്നെ ഇതിന്റെ ടാങ്ക് നിർമ്മാണത്തോടനുബന്ധിച്ച് ഇതിന്റെ ഡ്രെയിനേജ് സൗകര്യം സെറ്റ് ചെയ്യണം. പ്ലംബിംഗ് വർക്കുണ്ട്, എയറേഷന്റെ വർക്കുണ്ട്, മേൽക്കൂര നിർമ്മാണം, പിന്നെ ഇലക്ട്രിസിറ്റി കണക്ഷൻ, ബയോസെക്യൂരിറ്റി സംവിധാനം. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഈ എയറേഷൻ എന്ന് പറയുന്ന സംഭവം. ഇപ്പൊ എയറേഷൻ, അപ്പൊ ഇലക്ട്രിസിറ്റി കണക്ഷൻ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള ഈ വിവിധ ഘട്ടങ്ങളിലൂടെയാണ് ഇതിന്റെ നിർമ്മാണം കടന്നു പോകുന്നത്. കുട്ടികൾ സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് പറയണം കേട്ടോ. കുട്ടികൾക്കായതുകൊണ്ട് സ്പീഡ് കൂടി മനസ്സിലാവാത്തൊരു സാഹചര്യം വരരുത്. സ്പീഡ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സ് ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. ഞാൻ കുറച്ചുകൂടെ സ്പീഡ് കുറച്ച് പറയാം. അങ്ങനെ ഉണ്ടെങ്കിൽ, മനസ്സിലാവാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ. അപ്പം ഹലോ, കുഴപ്പമില്ലല്ലോ. അല്ല, കുട്ടികൾക്ക് ആയതുകൊണ്ട് നമ്മള് കുഴപ്പമില്ല.
അപ്പം ഇതിന് നമ്മളിപ്പം ആദ്യം നേരത്തെ പറഞ്ഞ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്ന് ആദ്യം നമ്മൾ സ്ഥലം സെലക്ട് ചെയ്യുകയാണ്. അപ്പൊ ഇതേപോലെ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ നമ്മൾ ആ സ്ഥലം വൃത്തിയാക്കി എടുക്കുകയാണ്. അപ്പൊ 5 മീറ്റർ വ്യാസമുള്ള ടാങ്ക് കെട്ടണമെന്നുണ്ടെങ്കിൽ 5.6 മീറ്റർ ചുറ്റളവിലാണ് സ്ഥലം നമ്മൾ വൃത്തിയാക്കി എടുക്കേണ്ടത്. അപ്പൊ അതിന് നമ്മൾ ആ സ്ഥലം ഇതിന്റെ പ്ലാറ്റ്ഫോം നിർമ്മിക്കാനാണ്. ഈ പ്ലാറ്റ്ഫോം ഉറപ്പുള്ള മൺതറയാവാം, അല്ലെങ്കിൽ സിമന്റ് കൊണ്ടുള്ള പ്ലാറ്റ്ഫോം നിർമ്മിക്കാം. എല്ലാത്തിനും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു സ്ലോപ്പ് എന്തായാലും വേണം. പിന്നെ നമ്മൾ ഇങ്ങനെ ഈ 5.6 മീറ്റർ ഡയമീറ്ററിൽ നമ്മൾ ഇതുപോലെ ആ സ്ഥലം ഒരുക്കി എടുത്തതിന് ശേഷം 5 മീറ്റർ വ്യാസത്തിൽ ആ വൃത്തം അടയാളപ്പെടുത്തണം. ഇപ്പൊ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ അത് 5 മീറ്റർ 2.5 മീറ്റർ ആരമുള്ളതാണ്. അതെല്ലാവർക്കും ാണ് ആ കമ്പ് കൊണ്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്യുന്നത്. അല്ലെ നമ്മളൊരു കയർ എടുത്ത് വെച്ചിട്ട് ആ സെന്ററിൽ പിടിച്ചിട്ടുണ്ട് അങ്ങനെ ഷേപ്പാക്കി എടുത്താൽ മതിയാവും. അപ്പൊ ഈ രീതിയിൽ 5 മീറ്റർ വ്യാസത്തിൽ അതിന്റെ വൃത്തം അടയാളപ്പെടുത്തുന്നു. അങ്ങനെ ഇതേ രീതിയിൽ ഒരുക്കിയതിനു ശേഷം പിന്നീട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഇതിന്റെ ഡ്രെയിനേജ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടാങ്കിന്റെ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായിട്ട് തന്നെ ചെയ്യേണ്ട കാര്യമാണ് ഇതിന്റെ ഡ്രെയിനേജ് സൗകര്യം. അപ്പം ഡ്രെയിനേജ് സെറ്റ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഈ PVC ടാങ്ക് കണക്ടർ. ഇതിനകത്ത് കാണുന്ന PVC ടാങ്ക് കണക്ടർ, പിന്നെ ഒരു PVC പൈപ്പ്, പിന്നെ PVC ടീ, എൽബോ, PVC ബോൾ വാൽവ്, ഇങ്ങനെയുള്ള പിന്നെയുണ്ട് സാധനങ്ങള് PVC സോൾവെന്റ്, PVC കട്ടിംഗ് ബ്ലേഡ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു ഡ്രെയിനേജ് സിസ്റ്റം സെറ്റ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ കടയിൽ പോയി വാങ്ങിക്കേണ്ട സാധനങ്ങൾ. അപ്പോ ഇതെല്ലാം 2 ഇഞ്ചിന്റെ ആണ്. നമ്മളിപ്പോ ഈ 5 മീറ്റർ ഡയ ടാങ്ക് സെറ്റ് ചെയ്യുന്നതിനായിട്ട് ഡ്രെയിനേജ് സൗകര്യം ഒരുക്കുമ്പോൾ നമ്മൾ 2 ഇഞ്ചിന്റെ ആണ് ഇതെല്ലാം വാങ്ങിക്കുന്നത്. PVC കണക്ടർ ആയാലും പൈപ്പ് ആയാലും ഈ ടീ, എൽബോ, ബോൾ വാൽവ് എല്ലാം നമ്മൾ 2 ഇഞ്ചിന്റെ ആണ് വാങ്ങിക്കുന്നത്. അപ്പൊ ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് പിന്നീട് മുന്നോട്ടുള്ള ചിത്രത്തിൽ ഉണ്ടാവും. അപ്പം ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ കൂട്ട് തന്നെ ഇതെല്ലാം 2 ഇഞ്ചിന്റെ PVC സാധനങ്ങൾ വാങ്ങിക്കുന്നത് ഇതേ രീതിയിലാണ്. ഇപ്പൊ ഈ ചിത്രം കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. 5 മീറ്റർ ഡയ ടാങ്കിൽ സെന്റർ ഭാഗത്തുള്ള ഡെപ്ത്, അറ്റത്തുള്ള ഡെപ്ത്, പിന്നെ ഇതിന്റെ സെന്ററിലൂടെയാണ് നമ്മുടെ ഡ്രെയിനേജ് സിസ്റ്റം. അതാണ് ഈ പൈപ്പ്. ഈ ഏറ്റവും സെന്ററിൽ കാണുന്നത് PVC ടാങ്ക് കണക്ടർ ആണ്. പിന്നെ ഒരു PVC പൈപ്പ് വരുന്നു, പിന്നെ ഒരു ടീ, പിന്നെ ഒരു സ്റ്റാൻഡ് പൈപ്പ്, പിന്നെ ഒരു ബോൾ വാൽവ്, വെള്ളം പുറത്തേക്ക് പോകുന്നു. ഇതാണ് ഈ ഒരു ടാങ്കിനുള്ളിലുള്ള യഥാർത്ഥ ചിത്രം. ഇതേ രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആ സ്ഥലം വൃത്തിയാക്കിയിട്ട് 1 അടി താത്തിട്ട് ആ സെന്ററിൽ നിന്ന് പുറത്തേക്ക് നമ്മളൊരു കുഴി എടുക്കും. ഈ ഡ്രെയിനേജ് പൈപ്പ് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനത്തെ കുഴി നമ്മൾ എടുക്കുന്നത്. അപ്പം ഈ ടാങ്ക് കണക്ടർ സെന്ററിൽ വെക്കുന്നു, അതിനകത്തേക്ക് നമ്മൾ PVC പൈപ്പ് കണക്ട് ചെയ്യുന്നു. അപ്പൊ PVC പൈപ്പ് കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സാധാരണ PVC പൈപ്പ് വാങ്ങിക്കുമ്പോഴത്തേക്ക് നമുക്ക് 5 മീറ്റർ നീളമുള്ള പൈപ്പാണ് കിട്ടുന്നത്, അല്ലെ 5 മീറ്റർ നീളമുള്ള പൈപ്പാണ് കിട്ടുന്നത്. ഇപ്പൊ നമുക്ക് ആ 5 മീറ്റർ പൈപ്പിൽ നിന്ന് എത്രയാണ് കട്ട് ചെയ്യേണ്ടത്, ഈ ഒരു ആദ്യത്തെ ഘട്ടത്തിൽ എത്രയാണ് കട്ട് ചെയ്യേണ്ടത്? അപ്പൊ നമ്മൾ ആദ്യം ഈ PVC ടാങ്ക് കണക്ടറുമായിട്ട് ഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് 2.7 മീറ്റർ നീളത്തിൽ വേണം ഇത് കട്ട് ചെയ്യാനായിട്ട്. 2.7 മീറ്റർ നീളത്തിൽ കട്ട് ചെയ്യുന്നു. എന്നിട്ട് അത് PVC ടാങ്ക് കണക്ടറുമായിട്ട് ബന്ധിപ്പിക്കുന്നു. എന്നിട്ട് അപ്പൊ 2.7 മീറ്ററിന്റെ കാര്യം പറയാനുള്ളത് 2.5 മീറ്റർ ടാങ്കിനുള്ളിലും വരും, 20 സെന്റിമീറ്റർ പുറത്തേക്കും വരും. പിന്നെ ടാങ്കിന്റെ വ്യാസം 5 മീറ്റർ ആണല്ലോ, 2.5 മീറ്റർ ആരം. ആ 2.5 മീറ്റർ ഉള്ളിലും വരും, 20 സെന്റിമീറ്റർ പുറത്തേക്കും വരും. അത് ഈ ചിത്രത്തിൽ ഇങ്ങനെ കാണാം. ആ പുറത്തേക്ക് വരുന്ന ഭാഗത്ത് ഒരു ടീ വെക്കും, PVC ടീ. ഇതിനകത്ത് വ്യക്തമാണ്. ആ പുറത്തേക്ക് വരുന്ന ഭാഗത്തേക്ക് ഒരു PVC ടീ വെക്കുന്നു. പിന്നെ ഒരു 1 മീറ്റർ ഹൈറ്റിൽ നമ്മളൊരു PVC സ്റ്റാൻഡ് പൈപ്പ് വെക്കുന്നു. ഈ സ്റ്റാൻഡ് പൈപ്പ് വയ്ക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇപ്പം എല്ലാവരും ഇതിന്റെ റൂഫ് നല്ല രീതിയിൽ മഴവെള്ളം വീഴാതിരിക്കുന്ന രീതിയിൽ എല്ലാവരും സെറ്റ് ചെയ്യണമെന്നില്ല. പിന്നെ വേറൊരു കാര്യം, ചിലപ്പോൾ നമ്മൾ ചില ആവശ്യത്തിന് വെള്ളം കുറച്ച് പുറത്ത് കളഞ്ഞിട്ട് പിന്നെ അടിച്ചു കയറ്റേണ്ട ഒരു സാഹചര്യം വരും. അപ്പൊ ഓവർഫ്ലോ പൈപ്പാണ് ഈ സ്റ്റാൻഡ് പൈപ്പ് എന്ന് പറഞ്ഞാൽ. ഓവർഫ്ലോ പൈപ്പാണ്. വെള്ളം അധികരിച്ച് ടാങ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റാൻഡ് പൈപ്പ് ഇവിടെ ഘടിപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബോൾ വാൽവ് വയ്ക്കുന്നു, പിന്നെ വീണ്ടും ഒരു എൽബോ വയ്ക്കുന്നു, പിന്നെ ഒരു 30 സെന്റിമീറ്റർ ഹൈറ്റിൽ വീണ്ടും ഒരു പൈപ്പ് വയ്ക്കുന്നു, വീണ്ടും ഒരു എൽബോ വയ്ക്കുന്നു. ഇതിന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു 30 സെന്റിമീറ്റർ ഹൈറ്റില് പൈപ്പ് വയ്ക്കുന്ന ഹലോ മാം, പറയുന്നത് കേൾക്കുന്നില്ല കേട്ടോ. മാം ഇപ്പോൾ പറയുന്നത് കേൾക്കുന്നില്ല.
മാം അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കണേ. വളക്കൂറുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പൊ ഇപ്പൊ ഇത് മനസ്സിലായല്ലോ, ഡ്രെയിനേജ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നുള്ള കാര്യം ഈ ചിത്രത്തിലൂടെ എല്ലാവർക്കും മനസ്സിലായി കാണുന്നു. അപ്പൊ നമ്മളിത് അൺമ്യൂട്ട് ആയിപ്പോയി മാം, അൺമ്യൂട്ട് ചെയ്യണേ. ശേഷം ഹലോ, ഓക്കെയാണ്. അപ്പൊ ടാങ്ക് ഓക്കെയാണ്. ടാങ്ക് നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രതലം നമ്മൾ ആ സ്ലോപ്പോട് കൂടി ചെയ്തതിന് ശേഷം അതിന്റെ സെന്റർ ഭാഗത്ത് നിന്ന് ഒരടി താഴ്ത്തി കുഴി എടുത്തിട്ട് അതിന്റെ ഏറ്റവും സെന്ററിൽ PVC ടാങ്ക് 2 ഇഞ്ച് PVC ടാങ്ക് കണക്ടറും പിന്നെ ഒരു 2.7 മീറ്റർ മുറിച്ച PVC പൈപ്പ് കണക്ട് ചെയ്യുന്നു. അതിനകത്ത് 2.5 മീറ്ററിൽ 5 മീറ്റർ ടാങ്കിനുള്ളിലും 20 സെന്റിമീറ്റർ ടാങ്കിന് പുറത്തേക്ക് വരുന്ന ഭാഗത്ത് ഒരു T കണക്ട് ചെയ്ത് അതിലേക്ക് 1 മീറ്ററിൽ ഒരു സ്റ്റാൻഡ് പൈപ്പ്. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കണം, 1 മീറ്റർ ആണ് നമുക്ക് ഈ സ്റ്റാൻഡ് പൈപ്പ് വേണ്ടത്. കാരണം ഇതിന്റെ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം 1.2 മീറ്റർ ആണ് നമ്മൾ ടാങ്കിന്റെ ഹൈറ്റ് പറയുന്നത്. നമ്മൾ അതിനകത്ത് വെള്ളം നിലനിർത്തേണ്ടത് 1 മീറ്റർ ആണ്. അപ്പൊ 1 മീറ്റർ വെള്ളം നിലനിർത്തണമെങ്കിൽ ഈ സ്റ്റാൻഡ് പൈപ്പ് നമുക്ക് 1 മീറ്റർ വെള്ളം നിലനിർത്തുന്ന രീതിയിൽ തന്നെ വേണം ഈ സ്റ്റാൻഡ് പൈപ്പ് സെറ്റ് ചെയ്യാനായിട്ട്. അന്നേരം ഈ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സ്റ്റാൻഡ് പൈപ്പ് കട്ട് ചെയ്യേണ്ടത് 1 മീറ്റർ കട്ട് ചെയ്താൽ പറ്റത്തില്ല, 1.3 മീറ്റർ കട്ട് ചെയ്യണം. അതിന്റെ കാരണം മനസ്സിലായി കാണും. കാരണം നമ്മൾ ഒരടി താത്തിയാണ് കുഴിയെടുക്കുന്നത്. അപ്പൊ ആ ഒരു 30 സെന്റിമീറ്റർ താഴോട്ട് പോകും. അപ്പൊ നമുക്ക് 1 മീറ്റർ ഹൈറ്റിൽ ഇത് കിട്ടിയേ പറ്റും. ആ രീതിയിലാണ് നമ്മൾ വെള്ളം ലെവല് നിലനിർത്തേണ്ടത്. അപ്പൊ അങ്ങനെ 1.3 മീറ്റർ കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം അത് മനസ്സിലാക്കില്ല, ചിലപ്പോൾ 1 മീറ്റർ കട്ട് ചെയ്ത് കളയും. 1 മീറ്റർ സ്റ്റാൻഡ് പൈപ്പ് എന്നല്ലേ പറഞ്ഞത്, അപ്പൊ 1 മീറ്റർ കട്ട് ചെയ്ത് കളയും. അപ്പൊ അങ്ങനെ അബദ്ധം പറ്റാൻ പാടില്ല. 1.3 മീറ്റർ കട്ട് ചെയ്ത് അങ്ങനെ 1 മീറ്റർ ലെവലാക്കി നിർത്തുക. പിന്നീട് ഒരു ബോൾ വാൽവ്, അത് കഴിഞ്ഞിട്ട് നേരത്തെ പറഞ്ഞതുപോലെ എൽബോ 30 സെന്റിമീറ്റർ ഹൈറ്റിൽ ഒരു പൈപ്പ്, പിന്നെ വീണ്ടും ഒരു എൽബോ. അങ്ങനെ നമുക്ക് ഡ്രെയിനേജ് സിസ്റ്റം സെറ്റ് ചെയ്യാം. പിന്നെ ഇപ്പം നേരത്തെ ഞാൻ ഈ സെൻട്രൽ ഡ്രെയിന് വേണ്ടിയിട്ട് PVC ടാങ്ക് കണക്ടർ ആണ് പറഞ്ഞത്. ഇപ്പൊ ഈ ചിത്രത്തിൽ കാണുന്ന ഇങ്ങനൊരു സംഭവം കൂടെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നുണ്ട്. അത് ചില സ്ഥലങ്ങളിൽ ഇത് കിട്ടുള്ളൂ. അപ്പൊ ഇതിന്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ മറ്റേ PVC ടാങ്ക് കണക്ടറിൽ കുറച്ചുകൂടെ പ്രൊജക്ട് ചെയ്ത് നിൽക്കും, മേലേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കും. അപ്പം ഒരു നമ്മുടെ സെൻട്രലിലേക്ക് വരുന്ന വേസ്റ്റ് ചെറിയ രീതിയിലെങ്കിലും അതിനെ ചുറ്റിപ്പറ്റി ഒന്ന് അടിഞ്ഞു കിടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ ഈ രീതിയിലുള്ള സെൻട്രൽ ഡ്രെയിൻ ആണ് നമ്മൾ വാങ്ങിക്കുന്നതെങ്കിൽ, ഈ ചിത്രത്തിൽ കണ്ടില്ലേ ഇത് ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുന്നത്, അപ്പൊ ഇതങ്ങ് താഴോട്ട് പോവുകയും ചെയ്യും. ഇപ്പൊ ഈ കാണുന്ന ഇത് സ്ക്രൂ ഉറപ്പിച്ച് താഴോട്ട് വെച്ചിരിക്കുകയാണ്. അപ്പൊ വേസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇതിലേ കൂടി ഇങ്ങനെ വന്നിട്ട് ആ ഹോളിൽ കൂടെ അങ്ങ് പുറത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് പോവുകയും ചെയ്യും. അപ്പൊ ഈ ഒരു സിസ്റ്റം വളരെ നല്ലതാണ്. ഇത് കിട്ടിയില്ലെങ്കിൽ മറ്റേത് ചെയ്താലും മതി. പക്ഷെ മറ്റേതിൽ അങ്ങനെ ചെറിയൊരു സാധ്യതയുണ്ട് അതിന്റെ സൈഡിൽ അഴുക്ക് അടിഞ്ഞുകൂടാനായിട്ട്. പിന്നെ നമ്മൾ ഈ നിർമ്മാണത്തിനകത്ത് അടുത്ത ടാങ്കിന്റെ നിർമ്മാണമാണ്. ടാങ്കിന്റെ നിർമ്മാണത്തിനായിട്ട് എന്തെല്ലാം സാധനങ്ങൾ വേണം? നമ്മൾ കടയിൽ പോയി വാങ്ങിക്കേണ്ട സാധനങ്ങളാണ് ഈ കാണുന്നത്. GI പൈപ്പ്. GI പൈപ്പാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് 2 രീതിയിൽ പിന്നെ ഈ ടാങ്ക് നിർമ്മിക്കാം. GI പൈപ്പും GI ഷീറ്റും ഉപയോഗിച്ച് നിർമ്മിക്കാം, GI വയർ മെഷ് ഉപയോഗിച്ച് നിർമ്മിക്കാം. അപ്പൊ നമ്മളിപ്പോ ആദ്യം GI പൈപ്പും GI ഷീറ്റും ഉപയോഗിച്ച് നിർമ്മിക്കുന്നതിൻ്റെതാണ് ഇപ്പൊ ഈ ആദ്യം പറയുന്നത്. അപ്പൊ അപ്പൊ ഈ രീതിയിൽ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് 30 എണ്ണമാണ് GI പൈപ്പ് നമുക്ക് വേണ്ടത്. 30 എണ്ണം എന്ന് പറയുമ്പോൾ നമ്മൾ 10 പൈപ്പ് മാത്രം വാങ്ങിച്ചാൽ മതി. 3/4 ഇഞ്ച് ഖനമുള്ള 10 പൈപ്പാണ് നമ്മൾ വാങ്ങിക്കേണ്ടത്. ഇതെന്ന് വെച്ചാൽ ഒരു പൈപ്പ് 6 മീറ്റർ നീളത്തിലാണ് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നത്. അത് നമ്മൾ 3ആയിട്ട് മുറിക്കുന്നു. അപ്പൊ 2 മീറ്റർ നീളത്തിലാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ അപ്പൊ 10 മീറ്റർ നീളമുള്ള GI പൈപ്പ് നമ്മൾ വാങ്ങിക്കുമ്പോൾ 30 എണ്ണം നമുക്ക് മുറിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ 5 മീറ്റർ ഡയ ടാങ്ക് നിർമ്മിക്കാനായിട്ട് 3/4 ഇഞ്ച് ഖനമുള്ള GI പൈപ്പ് 10 എണ്ണം, 6 മീറ്റർ നീളമുള്ള 10 എണ്ണം വാങ്ങിക്കുക. അത് 2 മീറ്റർ നീളം വെച്ച് മുറിച്ചെടുത്ത് 30 എണ്ണം ആക്കുക. ഈ പൈപ്പിലേക്ക് എപ്പോക്സി പെയിന്റ് അടിക്കണം. എപ്പോക്സി കോട്ടിങ് നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് തുരുമ്പൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള പെയിന്റ് ആണ്. പരിചയം ഉണ്ടോന്ന് അറിയില്ല. അപ്പൊ അങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് ഈ ഉപ്പുള്ള പ്രദേശങ്ങളിൽ നല്ല രീതിയിൽ നമ്മൾ ഈ എപ്പോക്സി കോട്ടിങ് കൊടുക്കാറുണ്ട്. അതെന്ന് പറയുമ്പോഴത്തേക്ക് തുരുമ്പെടുക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് GI ഷീറ്റ് ആണ്. ഈ 5 മീറ്റർ വ്യാസമുള്ള ടാങ്ക് നിർമ്മിക്കുന്നതിന് 17 മീറ്റർ നീളത്തിലുള്ള GI ഷീറ്റ് ആണ് നമ്മൾ വാങ്ങിക്കേണ്ടത്. ആ GI ഷീറ്റിന്റെ ഖനമാണ് 2800 GSM. 2800 GSM എന്ന് പറയുമ്പോൾ 1 മീറ്റർ എടുത്തു കഴിഞ്ഞാൽ 2.5 മുതൽ 3 കിലോഗ്രാം വരെ വെയിറ്റ് ആണ് കൊണ്ടത്. വേരി ചെയ്യും, ആ രീതിയിലുണ്ട്. അപ്പൊ നമ്മളിപ്പോ GI ഷീറ്റ് എന്ന് പറയുമ്പോൾ 2800 GSM എന്ന് ചിലപ്പോൾ കടയിൽ പറയുമ്പോൾ അവർക്ക് അത് ഒരുപക്ഷെ എല്ലാ കടക്കാർക്കും അത് മനസ്സിലാവില്ല. പക്ഷെ നമ്മൾ അതിന്റെ വെയിറ്റ് എടുക്കുമ്പോഴത്തേക്ക് ഇപ്പൊ 1 മീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഈ പറഞ്ഞ 2.5 മുതൽ 3 കിലോഗ്രാം വരെയാണ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഷീറ്റ് തന്നെയാണോ ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
അപ്പൊ ഈ ഷീറ്റ് 1.2 മീറ്റർ ഹൈറ്റിൽ തന്നെയാണ് നമുക്ക് വാങ്ങാനും കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല. 17 മീറ്റർ കട്ട് ചെയ്ത് നമ്മൾ വാങ്ങിച്ചാൽ മതിയാവും. പിന്നെ നമുക്ക് വേണ്ടത് അലൂമിനിയം ബീഡിങ്. അലൂമിനിയം ബീഡിങ് ഇതിന്റെ പുറത്തൂടെ ഇതിന് ബലം കൊടുക്കാനായിട്ട് വേണ്ടിയിട്ട് 3 മില്ലിമീറ്റർ ഘനമുള്ള 1 ഇഞ്ച് വീതിയുള്ള അലൂമിനിയം ബീഡിങ് വാങ്ങിക്കണം. അത് ഇതിന്റെ പുറത്തൂടെ ബലം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിനകത്ത് ഈ GI പൈപ്പും GI ഷീറ്റും കൂടെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ക്രൂ വാങ്ങിക്കണം. പിന്നെ അതിനോടനുബന്ധിച്ച് വീണ്ടും ഇതുപോലെ എപ്പോക്സി പെയിന്റും കട്ടിംഗ് ബ്ലേഡ്, ബോക്സ് ബിറ്റ്, ഇതെന്ന് പറയുമ്പോൾ നമ്മൾ കടയിൽ പോയി ആദ്യം എന്തൊക്കെ വാങ്ങിക്കണം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ലിസ്റ്റ് കൊടുത്തേക്കുന്നത്. ഈ പൈപ്പ് മുറിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കട്ടിംഗ് ബ്ലേഡ്, GI പൈപ്പ് മുറിക്കുന്നതിന് വേണ്ടിയിട്ട്. ഈ ബോക്സ് ബിറ്റ് നമ്മൾ ഇതിനകത്ത് GI പൈപ്പും GI ഷീറ്റും തമ്മിൽ സ്ക്രൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സംഭവം വാങ്ങിക്കുന്നത്. അപ്പൊ ഇതിപ്പം നമ്മുടെ ഇപ്പം ഈ ഒരു പ്രസന്റേഷൻ കുട്ടികളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കടയിൽ പോയി എന്തൊക്കെ വാങ്ങിക്കണം, നമ്മൾ അവിടെ ചെന്നിട്ട് പിന്നെ വീണ്ടും തിരിച്ചൊന്ന് വീണ്ടും പോയി വാങ്ങിക്കേണ്ട ഒരു ആവശ്യകത ഇല്ല. നമുക്ക് ഇതിനകത്ത് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളുടെ ലിസ്റ്റാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്രയൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ നമ്മൾ പ്രതലം ഒരുക്കി ഇട്ടിട്ടുണ്ടായിരുന്നു, അതിനകത്ത് ഈ പൈപ്പ് ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് കുഴി എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ കുഴി എടുക്കുന്നത് നമ്മൾ സാധാരണ നമ്മൾ മണ്ണാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ചിലർ മൺപ്രതലമാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ മണ്ണില് നമുക്ക് ഈ ഓരോ പൈപ്പും നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 2 മീറ്റർ നീളത്തിലുള്ള പൈപ്പ് പിന്നെ ആണ് ഇതിനകത്തിട്ട് ഉറപ്പിക്കുന്നത്. അപ്പൊ ഈ കുഴിയിലേക്ക് ഇപ്പൊ വേറെ എന്തെങ്കിലും സംഭവം കൊണ്ട് ഇതുപോലെ കുഴി എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് പൈപ്പ് നല്ല രീതിയിൽ തന്നെ ഇതിനകത്തോട്ട് ഉറപ്പിക്കാൻ പറ്റും. നമ്മൾ ചില സമയത്ത് ഈ 2 മീറ്റർ കട്ട് ചെയ്തിട്ട് ചുറ്റിക കൊണ്ട്, ഇപ്പൊ ഞങ്ങൾ ഇത് ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ ചുറ്റിക കൊണ്ട് അടിച്ചാണ് മണ്ണിലേക്ക് താത്തിയത്. ചുറ്റുകൊണ്ട് അടിച്ചു താക്കുമ്പോഴത്തേക്ക് ഈ പൈപ്പിന്റെ ഒരു ഭാഗം ആകെ ചതഞ്ഞു പോകും. അപ്പൊ അത് പൈപ്പ് നമ്മൾ പിന്നെ ഷീറ്റ് വിരിക്കുമ്പോഴത്തേക്കൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് മാറും. അതേ സമയത്ത് ഇതേപോലെ എന്തെങ്കിലും പാര കൊണ്ടോ മറ്റോ ഇതേപോലെ കുഴി എടുത്തിട്ട് ഈ GI പൈപ്പ് ഇങ്ങനെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ആ സെൻട്രൽ ഡ്രെയിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കുഴി എടുത്തേക്കുന്നത്. ഇതേ രീതിയിൽ ചെയ്യുക. 1/2 മീറ്റർ ഇടവിട്ടാണ് നമ്മൾ ഈ പൈപ്പ് ഉറപ്പിക്കുന്നത്. 1/2 മീറ്റർ ഇടവിട്ടിട്ടാണ് ഈ പ്ലാറ്റ്ഫോമിൽ ഈ പൈപ്പ് ഉറപ്പിക്കുന്നത്. ഇപ്പൊ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ നമ്മൾ അങ്ങനെ ചെയ്യുന്നു. പിന്നെ ചിലര് ഇതിന്റെ ചുറ്റും ഇതുപോലെ കട്ട അടുക്കി വെച്ചിട്ട് അങ്ങനെ കൊടുക്കാറുണ്ട്. പിന്നെ ഈ നടുക്ക് മണ്ണിന് പകരം ചിലർ സിമെന്റ് കൊണ്ട് തന്നെ ആ പ്ലാറ്റ്ഫോം നിർമ്മിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഒന്നും കൂടി സിമെന്റ് കൊണ്ട് നിർമ്മിക്കുമ്പോഴത്തേക്ക് ഒന്നുകൂടെ സേഫ് ആയിട്ട് ചെയ്യാം. പക്ഷെ മണ്ണിലും പ്രശ്നമൊന്നുമില്ല. വെള്ളം നിറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് നല്ല ബലത്തിൽ തന്നെ നല്ല രീതിയിൽ തന്നെ കിടക്കും. ഞങ്ങളൊക്കെ ഡെമോ യൂണിറ്റ് ചെയ്തതെല്ലാം മൺപ്രതലത്തിൽ തന്നെയാണ് ചെയ്തത്. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഈ പൈപ്പ് ഉറപ്പിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ 17 മീറ്റർ നീളത്തിൽ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന GI ഷീറ്റ് ഇതേപോലെ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഇങ്ങനെ ചുറ്റിയെടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് നേരത്തെ പറഞ്ഞില്ലേ ബോക്സ് ബിറ്റ്, ഈ ഒരു GI ഷീറ്റ് GI പൈപ്പുമായിട്ട് സ്ക്രൂ ചെയ്യുകയാണിത്. അത് തമ്മിൽ ഉറപ്പിക്കേണ്ടത്. അതായത് ഈ ചിത്രത്തിൽ ഓരോ സ്ക്രൂവും കാണുന്നുണ്ട്. ഇതേപോലെ നമ്മൾ ഇതിന്റെ ഈ മധ്യഭാഗത്തും മേൽഭാഗത്തും താഴ്ഭാഗത്തും ഇതുപോലെ സ്ക്രൂ ചെയ്യും ഉറച്ച് നിൽക്കാനായിട്ട്. പിന്നീട് നേരത്തെ പറഞ്ഞ അലൂമിനിയം ബീഡിങ് ഇതിന്റെ ചുറ്റോടും ഇങ്ങനെ ഉറപ്പിക്കും. ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ടാങ്കിന്റെ ഏറ്റവും മേലെ ഭാഗത്ത് അകത്തൂടെയും അലൂമിനിയം ബീഡിങ് കൊടുക്കും, പുറത്തൂടെയും ചിത്രത്തിൽ കാണുന്നുണ്ട്, അകത്തൂടെയും കൊടുക്കുന്നു, പുറത്തൂടെയും കൊടുക്കുന്നു, പിന്നെ ഈ സെന്റർ ഭാഗത്തും കൊടുക്കുന്നു അലൂമിനിയം ബീഡിങ്. അപ്പൊ അത് നല്ല ഉറപ്പില് നല്ല രീതിയിൽ നിൽക്കും. ചിലര് അലൂമിനിയം ബീഡിങ്ങിന് പകരം മറ്റേ അല്ലാതുള്ള ഇരുമ്പിന്റെ ഈ വാർക്കക്കമ്പിയൊക്കെ ഉപയോഗിച്ചും ചെയ്യാറുണ്ട്. അങ്ങനെ ഉപയോഗിക്കുന്നതിന് പ്രശ്നമില്ല. അതും നമ്മൾ എപ്പോക്സി പെയിന്റ് ചെയ്തിട്ട് ആ രീതിയിൽ കുറച്ചുകൂടെ ബലത്തിന് വേണ്ടിയിട്ട് അങ്ങനെയും ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ തിരുവനന്തപുരത്താണ്, ഞങ്ങൾ അവിടെ വർക്കല ഓടയത്താണ് ഇതേപോലെ ഒരു ഡെമോൺസ്ട്രേഷൻ. ഇത് ഞങ്ങൾ അവിടെ ചെയ്തതിന്റെ ചിത്രങ്ങളാണ് ഇപ്പൊ ഈ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഉള്ള തിരുവനന്തപുരത്തുള്ള കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓടയത്ത് അവിടെ ഒരു ചെമ്മീൻ ഹാച്ചറി ഉണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റും. അവിടെ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ നമ്മൾ അലൂമിനിയം ബീഡിങ് ഉപയോഗിച്ചാണ്. കാരണം പ്രത്യേകിച്ച് കടൽ തീരത്താണത്. അപ്പൊ അതുകൊണ്ട് തുരുമ്പ് എടുക്കാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് മറ്റേ വാർക്കക്കമ്പി വാങ്ങിക്കാതെ അലൂമിനിയം ബീഡിങ് വാങ്ങിച്ച് ഇതേ രീതിയിലാണ് സെറ്റ് ചെയ്തത്. അപ്പൊ അതും അലൂമിനിയം ബീഡിങ്ങും ഈ GI പൈപ്പും ഷീറ്റും എല്ലാം കൂടെ വീണ്ടും സ്ക്രൂ ചെയ്ത് നല്ലപോലെ ഉറപ്പിക്കും. അതിനുശേഷം ചെയ്യേണ്ട കാര്യമാണ് ഇതിന്റെ ചൂട്. ഇതിനകത്ത് പിന്നെ നമ്മൾ ഈ ടാങ്കിനകത്തേക്ക് വിരിക്കുന്നത് നമ്മൾ സിൽപോളിൻ ഷീറ്റാണ്. ഇതിനകത്ത് HDP ഷീറ്റ് ഉണ്ട്, വാങ്ങിക്കാൻ കിട്ടും. അതാണ് നമ്മൾ ഇതിനകത്തോട്ട് വിരിക്കുന്നത്. പക്ഷെ അത് വിരിക്കുന്നതിന് മുന്നോടിയായിട്ട് ഈ പോളിത്തീൻ ഷീറ്റ്, പോളിഫോം ഷീറ്റ് എന്ന് പറയും. പോളിഫോം ഷീറ്റ് 4 മുതൽ 6 mm കനമുള്ള പോളിഫോം മാറ്റി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ ഈ ചിത്രത്തിൽ കാണുന്ന റോള് പോലെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് ഇതിന്റെ ചൂട് കുറയ്ക്കുന്നതിന് നമ്മൾ മണ്ണിൽ ഇത് വിരിക്കുകയാണ്.
അപ്പൊ ചൂട് കുറയ്ക്കുന്നതിനും മറ്റുമായിട്ട് അതിന്റെ ഒരു സേഫ്റ്റി ഒരു കുഷ്യൻ പോലെ ആക്ട് ചെയ്യും. അപ്പൊ ഈ ഒരു സംഭവം ഈ പോളി ഫോം മാറ്റ് കൊണ്ട് ആദ്യമേ ഇതങ്ങ് വിരിക്കും. പക്ഷേ ഇത് വിരിക്കുന്നതിന് മുന്നേ ആയിട്ട് വേറെ ഒരു എന്തെങ്കിലും പ്ലാസ്റ്റിക് ഷീറ്റും കൂടെ കൊണ്ട് വിരിക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ചും നമ്മൾ മണ്ണ് പ്രതലമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ എന്തെങ്കിലും സംഭവം കൂടെ കൊണ്ട് ഈ പോളിഫോം ഷീറ്റിന് താഴെ ഒന്ന് വിരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ചിലപ്പോൾ ആ മണ്ണിൽ ഈർപ്പം നിൽക്കുകയോ ചെതലിന്റെ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ വരാം. ഓരോ പല സ്ഥലത്തും പല രീതികളായിരിക്കാം മണ്ണിന്റെ. അപ്പൊ അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് വിരിക്കുന്നു, പിന്നെ ഈ പോളിഫോം മാറ്റി വിരിക്കുന്നു. അപ്പൊ പോളിഫോം മാറ്റി വിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സെന്ററിൽ ഒരു സാധനം വെച്ചിട്ടുണ്ട്, PVC ടാങ്ക് കണക്ടർ, ആ ഡ്രെയിനേജിന്റെ ഭാഗമായിട്ട്. അത് ഈ ചിത്രത്തിൽ കാണുന്നുണ്ട്, ആ സെന്ററിൽ ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പോളിഫോം ഷീറ്റ് വിരിക്കുമ്പോഴത്തേക്ക് ആ സെന്റർ ഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഈ സംഭവം പുറത്തേക്ക് കൊണ്ടുവരണം. അതാണ് ആ ചിത്രത്തിൽ കാണുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഇതിനകത്ത് പോളിത്തീൻ ഷീറ്റ് ലൈനർ സ്ഥാപിക്കുന്നത്. നമ്മുടെ ഈ പോളിത്തീൻ ഷീറ്റ് അതെന്ന് പറയുമ്പോൾ 550 GSM ഘനമുള്ള പോളിത്തീൻ ഷീറ്റ് ലൈനർ ആണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വാങ്ങിക്കുന്നത്. പല GSM പല ഘനമുള്ള ഷീറ്റ് കിട്ടും, പക്ഷെ അതെല്ലാം ക്വാളിറ്റി ഉള്ളതല്ല. നമ്മളിപ്പോ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറെ വർഷങ്ങൾ നമുക്ക് ഇതിന് ഈട് കിട്ടണം. അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിലുള്ള പോളിത്തീൻ ഷീറ്റ് തന്നെ നമ്മളത് വാങ്ങിക്കണം. അപ്പൊ ഇത് വാങ്ങിക്കുമ്പോൾ ഈ നമ്മുടെ ടാങ്കിന്റെ സൈസിനനുസരിച്ച് പറയുമ്പോൾ അതനുസരിച്ച് തന്നെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇപ്പൊ നമ്മൾ 5 മീറ്റർ ചുറ്റളവിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ 5 മീറ്റർ ടാങ്കിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ പോളിത്തീൻ ഷീറ്റ് ലൈനർ വാങ്ങിക്കുമ്പോൾ അതിന്റെ അളവ് കടയിൽ ചെന്ന് നമ്മൾ പറയേണ്ടത് 5 മീറ്റർ ചുറ്റളവും വേണം, 1.5 മീറ്റർ ഉയരവും വേണം. നമുക്ക് ടാങ്കിന്റെ ഹൈറ്റ് 1.2 മീറ്റർ ആണ്. പക്ഷെ നമ്മൾ ഈ ഷീറ്റ് വാങ്ങിക്കുമ്പോൾ 1.5 മീറ്റർ ഉയരം വേണം എന്നുള്ള രീതിയിൽ ചെന്ന് വേണം നമ്മൾ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മളിപ്പോ 550 GSM ഘനമുള്ള പോളിത്തീൻ ഷീറ്റ് ആണ് നമ്മൾ കടയിൽ ചെന്ന് ചോദിക്കുന്നത്. അവർക്ക് ചിലപ്പോൾ 550 തന്നെ തരണമെന്നില്ല. ചിലപ്പോൾ 200 250 നമുക്ക് വേണം തന്ന്, നമുക്ക് പരിചയമുള്ളവരെ പറ്റിക്കാൻ പറ്റത്തില്ല, കാരണം നമുക്കിത് കാണുമ്പോൾ അറിയാം. പക്ഷെ എങ്കിലും ചിലപ്പോൾ 400 GSM-ന്റെ ആയിരിക്കാം. അത് ചിലപ്പോൾ നമുക്ക് ഇതിന്റെ വ്യത്യാസം ചിലപ്പം അധികരിച്ച് പെട്ടെന്ന് അറിയാനായിട്ട് പറ്റില്ല. അപ്പൊ ഇതിന്റെ ഈ 550 GSM-ന്റെ 5 മീറ്റർ ചുറ്റളവ് വരുന്ന ആ ഒരു പോളിത്തീൻ ഷീറ്റിന്റെ വെയിറ്റ് 23.76 കിലോഗ്രാം ആണ്. അപ്പൊ നമ്മളത് ഈ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് നമ്മൾ അങ്ങനെ വെയിറ്റ് എടുത്തു. അങ്ങനെ ആരും പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് എടുത്ത് കർഷകർക്ക് നമ്മൾ അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കടയിൽ നിന്ന് സാധനം മേടിക്കുമ്പോൾ ഇതിന്റെ വെയിറ്റും കൂടെ ഒന്ന് നോക്കണം. അപ്പൊ അത് കൃത്യമായിട്ടും ഇത്ര GSM ഘനമുള്ളത് തന്നെയാണോ എന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതേപോലെ പോളിത്തീൻ ഷീറ്റ് വിരിക്കുന്നതിന് മുൻപും ഈ സെന്റർ ഭാഗത്ത് നേരത്തെ പറഞ്ഞ PVC ടാങ്ക് കണക്ടറിന്റെ അവിടെ കട്ട് ചെയ്ത് കൊടുത്ത് അതിനെ മുകളിലേക്ക് കൊണ്ടുവരണം. അപ്പൊ അത് നമുക്ക് കട്ട് ചെയ്യുന്നതിന് പ്രയാസമൊന്നുമില്ല. കാരണം ഈ ഷീറ്റ് നിർമ്മിച്ച് വരുന്നത് തന്നെ ഈ രീതിയിൽ ഇപ്പൊ ഈ ബയോഫ്ലോക്ക് ടാങ്കിലേക്ക് വേണ്ടി ആയതുകൊണ്ട് ഇതിന്റെ സെന്റർ ഭാഗം കട്ട് ചെയ്യേണ്ട ഒരു ഭാഗത്ത് ഒരു കണ്ണ് പോലെ എന്തെങ്കിലും ഒരു അടയാളം അവർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഭാഗം മാത്രം നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതിയാകും. അപ്പൊ അതുകൊണ്ട് തെറ്റിപ്പോകുമെന്നുള്ള പേടി വേണ്ട. ആ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് ആ ടാങ്ക് കണക്ടർ അതിന്റെ മേലെ കൊണ്ടുവരണം. എന്നിട്ട് പിന്നീട് നേരത്തെ പറഞ്ഞില്ലേ 1.2 മീറ്റർ ഹൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 1.5 മീറ്റർ ഹൈറ്റിന്റെ ഉള്ള പോളിത്തീൻ ഷീറ്റ് ആണ് വാങ്ങിക്കുന്നത്. അങ്ങനെ വാങ്ങിക്കുന്നതിന്റെ കാരണം ഒരു 30 സെന്റിമീറ്റർ ടാങ്കിന് വെളിയിലേക്ക് നമ്മൾ കൊണ്ടുവരും. 1.2 മീറ്റർ അകത്തും പോകും, ഒരു 30 സെന്റിമീറ്റർ ടാങ്കിന് വെളിയിലേക്കും നമ്മൾ കൊണ്ടുവരും. അപ്പൊ അത് ഇതേ രീതിയിൽ ചിത്രത്തിൽ കാണുന്നത് പോലെ അതങ്ങനെ മടക്കി വെക്കണം. അപ്പൊ എന്നിട്ട് പിന്നീട് ഇത് ഈ ലൈനിങ് മെറ്റീരിയൽ ടാങ്കിനുള്ളിൽ വിരിക്കുമ്പോൾ ചുളിവുകൾ വരാതെ സൂക്ഷിക്കേണ്ടതാണ്. കാരണം നമ്മളിത് വിരിക്കുമ്പോൾ നല്ല വെയിറ്റ് ആണ്, ഈ സംഭവത്തിന് നല്ല വെയിറ്റും ആണല്ലോ. അപ്പൊ ഇത് വിരിക്കുമ്പോൾ കുറച്ച് പ്രയാസമുണ്ട്. അപ്പൊ ഇതിനകത്ത് ചുളിവ് വരാനായിട്ട് പാടില്ല. ചുളിവ് വന്നാൽ ഇതിനിടയിലേക്കൊക്കെ അഴുക്ക് കയറി ഇരുന്നിട്ട് അത് ഹൈഡ്രജൻ സൾഫൈഡോ മറ്റോ അമോണിയ കൺവേർഷൻ നടക്കത്തില്ല, അതിന്റെ ഇടയ്ക്കോട്ടൊക്കെ അഴുക്ക് കയറിയിരിക്കും. അങ്ങനെ പിന്നീട് മീനെ സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞ് പിന്നീട് ഇത് ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അപ്പൊ അതുകൊണ്ട് ചുളിവ് വരാതെ വേണം ഇത് വിരിച്ചിടാനായിട്ട്. അപ്പൊ ഇപ്പൊ ഈ ചിത്രത്തിൽ കണ്ടില്ലേ, ആ ടാങ്കിന്റെ പണി പൂർത്തിയായിട്ട് ആ ഡ്രെയിനേജ് പൈപ്പ് പുറത്തേക്ക് വന്നതും കണ്ടല്ലോ. ഇതേ രീതിയിലാണ് നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നത്. പിന്നീട് ഇതേപോലെ നമ്മളൊരു 30 സെന്റിമീറ്റർ ഈ പോളിത്തീൻ ഷീറ്റ് പുറത്തേക്ക് കൊണ്ടുവന്ന് അതിനകത്ത് ഇങ്ങനെ ഒരു ഹോള് കാണും. അതിലേക്ക് കയറ് കയറ്റിയിട്ട് ഈ സെൻട്രൽ ബീഡിങ്ങിലേക്ക് ഒന്ന് ടൈറ്റ് ചെയ്ത് ഒന്ന് ബന്ധിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ സേഫ് ആയിട്ട് സംഭവം ഓക്കെ ആയി. ഇപ്പൊ ചിലര് ആദ്യമേ തന്നെ ഇതേപോലെ പ്ലാറ്റ്ഫോമിൽ നേരത്തെ മൺപ്രതലത്തിന്റെ കാര്യം പറഞ്ഞു, ചിലര് ഇതേപോലെ കട്ടയെടുത്ത് വെറുതെ അടുക്കി വെക്കത്തേ ഉള്ളൂ അതിന്റെ സൈഡിലായിട്ട്. ചിലര് ഇതേപോലെ നല്ല രീതിയിൽ സിമെന്റ് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ പ്ലാറ്റ്ഫോം നിർമ്മിക്കും. പക്ഷെ അത് നല്ലത് തന്നെയാണ്, അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയാണ്. പിന്നീട് ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞത് GI ഷീറ്റിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പം GI വയർ മെഷ് ഉണ്ട്. കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത് ഇതേപോലെ വയർ മെഷ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം അപ്പൊ കുറച്ചും കൂടി പൈസ കുറഞ്ഞു നിൽക്കും. അതുകൊണ്ടാണ് GI വയർ മെഷ് ഉപയോഗിച്ച് കൂടുതൽ കർഷകരും ചെയ്യുന്നത്. പക്ഷേ
ഇതിനകത്ത് ചില സ്ഥലങ്ങളില് കർഷകര് ഇങ്ങനെ പറയുന്നുണ്ട്, ഇപ്പൊ ഇതിന് ഹോൾ ഉള്ളത് കൊണ്ട് ഈ വയർ മെഷ് ഉപയോഗിക്കുമ്പോൾ ഇതിനകത്ത് ഹോൾ ഉള്ളത് കൊണ്ട് ചിലപ്പം എന്തെങ്കിലും എലിയുടെ ശല്യം ഉണ്ടാവാറുണ്ട്. പക്ഷെ സാധാരണഗതിയിൽ അങ്ങനെ ഉണ്ടാവാറില്ല. ചില കർഷകർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊരു സംഭവം, നമുക്കിപ്പോ നമ്മളോട് വിരോധമുള്ള ആരെങ്കിലും വന്നതിന്റെ അടുത്ത് നിന്നിട്ട് എന്തെങ്കിലും സാധനം കൊണ്ട് കുത്തിക്കീറാനുള്ള ഒരു അവസരവും കൂടെ ഈ വയർ മെഷ് ആകുമ്പോഴത്തേക്ക് ഒരു സാധ്യതയുണ്ട്. ഇതൊന്നും ആരും ചെയ്യത്തില്ല, നമ്മളൊരു സാധ്യത മുന്നിൽ കാണുകയാണ്. അപ്പൊ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ഈ വയർ മെഷിന് പകരം GI ഷീറ്റ് കൊണ്ടുവരാനുള്ള കാരണം ഇങ്ങനെ കുറച്ച് ആൾക്കാരുടെ അഭിപ്രായം വന്നതുകൊണ്ടാണ് നമ്മൾ GI ഷീറ്റിലേക്ക് വരാനുള്ള കാരണം. പക്ഷെ എങ്കിലും വയർ മെഷ് വെച്ച് ചെയ്താലും നമ്മുടെ സ്കീമിൽ ഉൾപ്പെടുത്തുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല. ഏത് രീതിയിൽ വേണമെങ്കിലും കർഷകന് ചെയ്യാം. ചില ആൾക്കാർ കുറച്ചും കൂടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് ഈ ചിത്രത്തിൽ കാണുന്നുണ്ടോ, വയർ മെഷ് വിട്ടിട്ടുണ്ട്, അതിനുള്ളിൽ ഈ GI ഷീറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ നല്ല രീതിയിൽ സേഫായി വർഷങ്ങളോളം അത് നല്ല പോലെ തന്നെ കിടന്നോളും, ഒരു കുഴപ്പമില്ല. അപ്പൊ ആ രീതിയിൽ ചെയ്യുന്ന പല രീതിയിൽ കർഷകർക്ക് അവരവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് പല രീതിയിലും ഈ ഒരു സംഭവം ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന് മേലെ നേരത്തെ പറഞ്ഞ ഇതിന്റെ റൂഫിങ്, അത് അത്യാവശ്യം തന്നെയാണ്. വെറുതെ നമുക്ക് ഇങ്ങനെ തുറന്നിടാനായിട്ട് പറ്റില്ല ടാങ്ക്. അപ്പൊ റൂഫിങ് ചെയ്യുമ്പോൾ പലരും പല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ ചിത്രത്തിൽ കാണുന്നത് ആ ഗ്രീൻ ഷെയ്ഡ് നെറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ചിലര് പിന്നെ ഈ മഴവെള്ളം കൂടെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് വേറെ ഷീറ്റ് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഈ ഷെയ്ഡ് നെറ്റ് കുറച്ചുകൂടെ നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയുള്ള സംഭവം വാങ്ങിച്ചാൽ മൊത്തം മഴ ഒക്കെ ശക്തമായിട്ട് പെയ്താലും കുറെയൊക്കെ പുറത്തേക്ക് പോകും, കുറച്ചൊക്കെ വെള്ളം അകത്ത് വീഴും. എങ്കിലും നമ്മൾ ആ ഒരു സ്റ്റാൻഡ് പൈപ്പ് വെച്ചിരിക്കുന്നത് കാരണം പിന്നെ വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അധികരിച്ച് പുറത്തേക്ക് ഓവർഫ്ലോ വന്ന് പോകുമെന്നുള്ള പേടി വേണ്ട സ്റ്റാൻഡ് പൈപ്പ് വെക്കുന്നത് കൊണ്ട്. പക്ഷേ ചിലപ്പോ ഒരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. ഇതിന്റെ pH, അതെല്ലാം നിങ്ങൾക്ക് അറിയായിരിക്കും. ഈ മഴവെള്ളം വന്ന് ഈ ടാങ്കിലേക്ക് വീഴുമ്പോഴത്തേക്ക് ഈ വെള്ളത്തിന്റെ pH വ്യത്യാസപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അത് ശക്തമായ മഴ, തുടരെയുള്ള മഴ വന്നാൽ മാത്രമേ ആ ഒരു പ്രശ്നം വരികയുള്ളൂ. അപ്പൊ അങ്ങനെ പേടിച്ചിട്ട് ചിലര് ഇതിന്റെ മേൽക്കൂര ഇങ്ങനെ ഈ പോളിവിനൈൽ ഷീറ്റ് കൊണ്ട് വിരിക്കുന്നുണ്ട്. പോളിവിനൈൽ ഷീറ്റ് ഉപയോഗം, അപ്പൊ മഴവെള്ളം വീഴത്തില്ല. പക്ഷെ അത് കുറച്ചുകൂടെ കോസ്റ്റ് ആവും. പക്ഷെ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ മഴവെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പോളിവിനൈൽ ഷീറ്റും കൂടെ വിരിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, പോളിവിനൈൽ ഷീറ്റ് മാത്രം നമുക്ക് ഈ ഒരു സിസ്റ്റത്തിലേക്ക് പോരാ. ഇതിനകത്ത് ഗ്രീൻ ഷെയ്ഡ് നെറ്റ് നിർബന്ധമായിട്ട് ചെയ്യണം. ഇപ്പൊ നമ്മളിപ്പം നേരത്തെ പറഞ്ഞ ഗ്രീൻ ഷെയ്ഡ് നെറ്റ് ചെയ്യുന്നു, ഇതിന്റെ മേലെ പോളിവിനൈൽ ഷീറ്റ് നമുക്ക് വിരിക്കാം. ഇത് ഗ്രീൻ നെറ്റ് വേണമെന്ന് പറയാനുള്ള കാരണം, നമ്മൾ ഈ ഒരു സിസ്റ്റത്തിനകത്ത് ഹെറ്ററോട്രോപിക് ബാക്ടീരിയയുടെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞു. അപ്പൊ അത് നമുക്ക് ബ്രൗൺ ആൽഗയാണ് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇതിനകത്ത് ഉണ്ടാവേണ്ടത് ബ്രൗൺ ആൽഗയാണ്. അപ്പൊ നമ്മൾ ഈ ഷെയ്ഡ് നെറ്റ് ഇല്ല എങ്കിൽ സൂര്യപ്രകാശം ശക്തമായിട്ട് ഈ വെള്ളത്തിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഗ്രീൻ ആൽഗയാണ് കൂടുതലായിട്ട് ഡോമിനേറ്റ് ചെയ്യാൻ പോകുന്നത്. ഗ്രീൻ ആൽഗ ഡോമിനേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം ആകെ കൊളാപ്സ് ആയി പോകും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ഒരു ബ്രൗൺ ആൽഗയാണ് ഇതിനകത്ത് ഡോമിനേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് സൺലൈറ്റിന് തടയേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഷെയ്ഡ് നെറ്റ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അത് ചില സമയങ്ങളിൽ ശക്തമായ വെയിലേൽക്കുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള മേൽക്കൂര മാത്രം വരാം. മേൽക്കൂര പല ഷേപ്പിൽ ആൾക്കാർ നിർമ്മിക്കുന്നതാണ്. ഇങ്ങനെ ഇതേ രീതിയിൽ മാത്രം പോരാ. ചിലപ്പോൾ ശക്തമായ വെയിലാണെങ്കിൽ ഇതിന്റെ സൈഡിൽ കൂടി ചിലപ്പോൾ ഷെയ്ഡ് നെറ്റ് ഇടേണ്ടി വരും. ഞങ്ങൾക്കിപ്പം അവിടെ തിരുവനന്തപുരത്ത് നമ്മുടെ ഡെമോ യൂണിറ്റിൽ അങ്ങനെ ചെയ്യേണ്ടി വന്നു. അവിടെ ശക്തമായ വെയിലായതുകൊണ്ട് ആദ്യം നമുക്ക് ഗ്രീൻ ആൽഗ ഡോമിനേഷൻ വന്നു. അപ്പൊ പിന്നെ സിസ്റ്റം ആകെ ശരിയാവുന്നില്ല. അങ്ങനെ വന്നപ്പോഴേക്കും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അത് മറച്ച് അങ്ങനെ പിന്നീട് ബ്രൗണിലേക്ക് വന്നു. അപ്പൊ പിന്നെ പ്രശ്നം കഴിഞ്ഞു. അപ്പൊ അങ്ങനെ വെയിൽ ശക്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ സൂര്യപ്രകാശം നിയന്ത്രിക്കുന്നതിന് ഷെയ്ഡ് നെറ്റ് ചിലപ്പോൾ ചുറ്റോടും ഇടേണ്ടി വരും. മേൽക്കൂര ഇല്ലാതെ നമുക്ക് ഒരിക്കലും ഈ സംഭവം ചെയ്യാൻ പാടില്ല. പിന്നെ അപ്പൊ ഇപ്പൊ ടാങ്ക് നിർമ്മിച്ചു, അത് ഒരു ഇത് ചിത്രത്തിലൂടെ കാണുന്നതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ടാങ്ക് എല്ലാം നിർമ്മിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് വേണ്ട സാധനമാണ്, പ്രധാനപ്പെട്ട സാധനമാണ് ഇതിന്റെ എയറേറ്റർ. അപ്പൊ ഈ 5 മീറ്റർ ഡയാ ടാങ്കിലേക്ക് ആവശ്യമായിട്ടുള്ള 2 എയറേറ്റർ ആണ് നമ്മൾ വാങ്ങിക്കുന്നത്. അതിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എയർ പമ്പിന്റെ കപ്പാസിറ്റി 1 മിനിറ്റിൽ 120 ലിറ്റർ കപ്പാസിറ്റി ഉള്ള 2 എയർ പമ്പുകളാണ് നമ്മുടെ 5 മീറ്റർ ഡയാ ടാങ്കിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിക്കുന്നത്. ഇപ്പം ഈ പറയുന്നതെല്ലാം നമ്മൾ 5 മീറ്റർ സ്കീമിന്റെ വെച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ ചിലർക്ക് കുറച്ച് സ്ഥലമേ ഉള്ളൂ, കുറച്ച് സ്ഥലം വീടിനോട് ചേർന്ന് 3 മീറ്റർ ഡയമീറ്ററിൽ വേണമെങ്കിൽ ചെയ്യാം, 4 മീറ്റർ ഡയമീറ്ററിൽ ചെയ്യാം. അപ്പൊ നമുക്ക് സ്ഥല സൗകര്യം അനുസരിച്ച് നമുക്ക് എത്ര വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. ഇതിൽ കൂടുതലും ചെയ്യാം, 6 മീറ്റർ ഡയമീറ്ററിലും ചെയ്യാം. അപ്പം
പക്ഷെ നമ്മുടെ സ്കീമില് നമ്മുടെ സബ്സിഡിയോട് കൂടിയുള്ള സ്കീം ലഭ്യമാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന അതേ അളവിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് സ്കീമിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ കർഷകരെ കൊണ്ട് ഇതേ ഡയമെൻഷനിൽ തന്നെയാണ് ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ നമ്മുടെ സ്കീമൊന്നും അല്ല, നമുക്ക് വീടിനോട് ചേർന്ന് ചെറിയ രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 മീറ്ററിന്റെ ഒക്കെ ചെയ്യുമ്പോൾ വളരെ നിസ്സാരമായിട്ട്, ഇപ്പൊ ഇത് കേട്ട് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഒന്നും കൂടെ വീണ്ടും ഈ ക്ലാസ് ഒന്നുകൂടെ ഇതിനകത്ത് ഒന്നുകൂടെ നോക്കി ഇത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് ഇതെല്ലാം വെച്ച് കുട്ടികൾക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പൊ 3 മീറ്റർ ഡയലോ 4 മീറ്റർ ഡയലൊക്കെ ചെയ്യുമ്പോൾ ഒറ്റ വാട്ടർ പമ്പ് എയർ പമ്പ് ഒരെണ്ണം മതിയാവും. ഇപ്പൊ 5 മീറ്റർ ഡയ ആകുമ്പോഴത്തേക്ക് നമുക്ക് 2 എയർ പമ്പ്, അതിന്റെ കപ്പാസിറ്റി 120 ലിറ്റർ പെർ മിനിറ്റ്. പിന്നെ നമ്മളുടെ ഈ ടാങ്കിലേക്ക് നമ്മൾ കൊടുക്കുന്ന 12 എയർ പോയിന്റുകളാണ് ഈ ടാങ്കിൽ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നുള്ളതാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. അതിന് എയറോക്സി ട്യൂബ്, നമ്മൾ നേരത്തെ എയർ സ്റ്റോൺ ഒക്കെ ഉപയോഗിക്കും. നമ്മളിപ്പോ അക്വേറിയം ടാങ്കിലും മറ്റ് അല്ലാതുള്ള സാധാരണ ടാങ്കിലൊക്കെ നമ്മൾ എയർ സ്റ്റോൺ സാധാരണ നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും എയർ സ്റ്റോൺ. പക്ഷെ അതിനേക്കാൾ കുറച്ച് നല്ല ഒരു റിസൾട്ടാണ് എയറോക്സി ട്യൂബ് ആണ് നമ്മൾ ഈ ഒരു സിസ്റ്റത്തിലേക്ക് ഉപയോഗിക്കുന്നത്. നല്ല എയറേഷൻ കിട്ടും. പിന്നെ ഈ എയറോക്സി ട്യൂബ് കണക്ട് ചെയ്യുന്നതിനായിട്ട് ഗാർഡനോസ് വാങ്ങിക്കണം. പിന്നെ ഇതിന്റെ വാൽവ്, ഇതൊക്കെയാണ് നമ്മൾ എയറേഷന് വേണ്ടിയിട്ട് വാങ്ങിക്കേണ്ട സംഭവങ്ങൾ. എയറേറ്ററും ഇതുപോലെ. പിന്നെ ഈ എയറേറ്റർ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സെറ്റ് ചെയ്യുന്ന ടാങ്കിന് മേലെ ആയിരിക്കണം, ആ ജലനിരപ്പിന് മുകളിലായിരിക്കണം ഈ എയർ പമ്പുകൾ സ്ഥാപിക്കേണ്ടത്. ആ ചിത്രത്തിൽ അത് വ്യക്തമായിട്ടുണ്ടല്ലോ. ആ എയർ പമ്പുകൾ ഇതിന് മേലെ വെക്കണം. ഈ ജലനിരപ്പിന് താഴെ എയർ പമ്പ് വെച്ച് കഴിഞ്ഞാൽ ഇത് വല്ലാതെ അങ്ങ് ചൂടാകുകയും ഇത് പെട്ടെന്ന് കേടാവാനുള്ള സാധ്യത കൊണ്ട് എയറേഷൻ നല്ല രീതിയിൽ ലഭ്യമാകാതിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ സിസ്റ്റം മോശമായി പോകും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ എയർ പമ്പ് ടാങ്കിന്റെ ജലനിരപ്പിന് മുകളിൽ വേണം സ്ഥാപിക്കാൻ. പിന്നെ അതിന്റെ പ്ലംബിംഗ് വർക്കുകൾ പിന്നെ ചെയ്യാനുണ്ട്. ഇതിലേക്ക് കൊടുക്കാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഗാർഡൻ ഹോസ് വെച്ചിട്ട് ചെയ്യാം, നമ്മുടെ ഡ്രിപ്പ് ഇറിഗേഷന്റെ ഹോസ് വെച്ചിട്ട് ചെയ്യാം. ഞങ്ങളിപ്പോ ഡ്രിപ്പ് ഇറിഗേഷന്റെ ഹോസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതാകുമ്പോൾ നല്ല ബലത്തിലുള്ള ഹോസാണ്. നമുക്കിതിങ്ങനെ ഈ എയറോക്സി ട്യൂബ് കണക്ട് ചെയ്യുന്ന പൊക്കി നോക്കാനൊക്കെ ആ ഒരു ഈ ഡ്രിപ്പ് ഇറിഗേഷൻ ഉപയോഗിക്കുന്ന കറുത്ത കളറുള്ള ഹോസ് ഉപയോഗിക്കുമ്പോൾ ഒന്നുകൂടെ സൗകര്യപ്രദമാവാറുണ്ട്. അപ്പൊ നമ്മൾ ആ രീതിയിൽ ഇത് ഏത് ഗാർഡൻ ഹോസോ ഡ്രിപ്പ് ഇറിഗേഷന്റെ ഹോസോ ഏത് വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടാങ്ക് സ്ഥാപിക്കേണ്ടത്. അപ്പൊ ഇതിനകത്ത് ഈ എയറേഷൻ സംവിധാനം ഇപ്പൊ ഈ ചിത്രത്തിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഇതേ രീതിയിലായിരുന്നു നമ്മൾ ആദ്യം സെറ്റ് ചെയ്തത്. ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ഈ വർഷമാണ് ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത്. അപ്പൊ നമ്മൾ ആദ്യം ഈ എയറേഷൻ സിസ്റ്റം ഇതേപോലെ ആ സെന്ററിൽ ഒരു 1 സ്ക്വയർ മീറ്ററിൽ PVC പൈപ്പ് കൊണ്ട് ഒരു 1 സ്ക്വയർ മീറ്റർ ഒരു ചതുരം പോലെ ഒരു സംഭവം നിർമ്മിച്ചിട്ട് അതിന്റെ ഓരോ കോർണറിലും ഈ എയറോക്സി ട്യൂബിന്റെ റിങ് വെക്കും. പിന്നെ അതുപോലെ അതിനും പുറത്തേക്ക് മാറിയിട്ട് വീണ്ടും ഒരു എയറോക്സി ട്യൂബ് കൊണ്ട് വീണ്ടും ഒരു റിങ്. ഈ ചിത്രത്തിൽ അത് വ്യക്തമാണ്. പിന്നെ കോളം എയറേഷൻ കൊടുക്കും. പിന്നെ അതിന്റെ പുറത്തൂടെ ഈ വെള്ളത്തിൽ തൂങ്ങിക്കിടക്കുന്ന രീതിയിൽ 4 റിങ്ങും കൂടെ അങ്ങനെ കൊടുക്കും. ഇങ്ങനെ 12 എയർ പോയിന്റ് ആണ് ഈ എയറോക്സി റിങ് വെച്ചിട്ട് നമ്മൾ സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നത്. അപ്പൊ ഈ PVC പൈപ്പ് കൊണ്ടുള്ള ഈ ചതുരം നിർമ്മിച്ചിട്ട് ഈ സ്ക്വയർ നിർമ്മിച്ചിട്ട് അതിന്റെ ഓരോ കോർണറിലും ഈ എയറോക്സി റിങ് ഘടിപ്പിക്കുന്നു. അങ്ങനെ ആദ്യം സെന്ററിൽ ഈ 1 സ്ക്വയർ മീറ്ററിൽ ചെയ്തിട്ട് അങ്ങനെ 4 എയർ പോയിന്റ്, പിന്നെ അതിന് കുറച്ചുകൂടെ ഒരു 3.6 ചതുരശ്ര മീറ്ററിൽ വീണ്ടും ഒരു 4 എയർ പോയിന്റ്, പിന്നെ 4 എയർ പോയിന്റ് വെള്ളത്തിൽ ഇങ്ങനെ തൂക്കിയിടുന്നു. പിന്നീട് നമ്മുടെ ഇത് ചെയ്തു വന്നപ്പോ നമുക്ക് ഈ രീതിയിൽ ചെയ്യുന്നതിനോട് അത്ര ഒരു നല്ലതാണെന്ന് നമുക്ക് തോന്നിയില്ല. കാരണം ഈ PVC പൈപ്പ് കൊണ്ടിട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു സിസ്റ്റം ഇതിന്റെ അടിയിലോട്ടൊക്കെ അഴുക്ക് വന്ന് അടിയാനുള്ള സാധ്യതയുണ്ട്. അത് നമുക്ക് നല്ല രീതിയിൽ അത് ഒഴുകി സെന്ററിലേക്ക് പോകത്തില്ല. അപ്പൊ ഈ സിസ്റ്റത്തിന്റെ അടിഭാഗത്ത് ഈ പൈപ്പ് എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് നമുക്കത് സിസ്റ്റത്തിന്റെ ബോട്ടം ഒരുപാട് പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമുക്കിപ്പോ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് എയറേഷൻ കുറവാണെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പാടാണ്. പിന്നീട് നമുക്ക് ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു ടാങ്കിൽ ഇറങ്ങി ഇതൊക്കെ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ PVC റിങ് ഈ സ്ക്വയർ ഒക്കെ ഉണ്ടാക്കി അതിനകത്ത് ഈ എയറോക്സി ട്യൂബ് ഒക്കെ കണക്ട് ചെയ്ത് അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് എവിടെയാണ് ഇഷ്യൂ, ഇത് എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നുള്ള കാര്യം പിടികിട്ടത്തില്ല. നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ തന്നെ കറക്റ്റ് ചെയ്തു. നമ്മൾ ഈ PVC പൈപ്പ് ഉപയോഗിക്കത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്രിപ്പ് ഇറിഗേഷന്റെ ഹോസിന്റെ അറ്റത്ത് ഇതേപോലെ റിങ് അറ്റത്തങ്ങ് പിടിപ്പിക്കത്തതേ ഉള്ളൂ. എന്നിട്ട് അതിങ്ങനെ താഴോട്ട് ഇപ്പൊ ഈ ചിത്രത്തിലൊക്കെ കാണുന്നത് പോലെ ബോട്ടത്ത് വെക്കാനാണെന്നുണ്ടെങ്കിൽ PVC പൈപ്പ് ചെറുതായിട്ട് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ട് അതിന്റെ മേലെ വേണമെങ്കിൽ വെക്കാം. ഇതേ രീതിയിലല്ല നമ്മൾ എയറോക്സി നമ്മുടെ ടാങ്കിനകത്ത് നമ്മൾ
ഇതേ രീതിയിൽ ചെയ്യുന്നവരും ഉണ്ട്. അല്ലാതെ ഇങ്ങനെ ഈ പൈപ്പ് ഈ റിങ് കാണുന്ന പോലെ റിങ്ങിനകത്ത് ഈ ഗാർഡൻ ഹോസ് വെച്ച് കണക്ട് ചെയ്ത് തൂക്കിയിടുന്നവരുണ്ട്. അതങ്ങ് താഴോട്ട് അങ്ങ് തൂക്കിയിടത്തതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ഇപ്പൊ ഏതെങ്കിലും ഒരു പോയിന്റിൽ എയർ കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കത് പൊക്കി നോക്കാൻ പറ്റും. ആ ഒരു ഒറ്റ റിങ് വെച്ചിട്ട് അങ്ങനെ ഇടുമ്പോഴത്തേക്ക് നമുക്കത് പൊക്കി നോക്കാനായിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ട് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ 1 സ്ക്വയർ മീറ്ററിലുള്ള PVC പൈപ്പ് കൊണ്ടൊക്കെ എയറേഷൻ സിസ്റ്റം ചെയ്യാൻ പാടില്ല. നമ്മൾ അല്ലാതെ ഇതേ രീതിയിൽ സെറ്റ് ചെയ്താൽ മതി. ഇപ്പൊ ഇതേ രീതിയിൽ ഇപ്പൊ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഈ റിങ്ങും അതിനകത്ത് ഈ PVC പൈപ്പാണ്, ഈ രണ്ട് വെയിറ്റ്, അതിനകത്ത് മണ്ണ് നിറച്ചിട്ടുണ്ട്. ആ വെയിറ്റിന് വേണ്ടിയിട്ട്, താഴെ നിൽക്കാൻ വേണ്ടി വെയിറ്റിന് വേണ്ടിയിട്ട് മണ്ണ് നിറച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിന്റെ അറ്റത്ത് ഇതേപോലെ ഒരു ഗാർഡൻ ഹോസ്, ഇതിപ്പോ ഗാർഡൻ ഹോസ് ആണ്, ഡ്രിപ്പ് ഇറിഗേഷന്റെ ഹോസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് വേണേൽ പൊക്കിയെടുക്കാം. എന്നിട്ട് ചെറിയൊരു വെയിറ്റേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് പൊക്കിയെടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. അപ്പൊ നമുക്ക് ഇടയ്ക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. അതേസമയത്ത് മറ്റേ നേരത്തെ കാണിച്ചിരുന്ന സിസ്റ്റം ആകുമ്പോഴത്തേക്ക് നമുക്ക് ക്ലീനിങ് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇതേ രീതിയിൽ ചെയ്യാം. ഈ റിങ് നമ്മളൊരു 30 സെന്റിമീറ്റർ വ്യാസത്തിലാണ് ഇതേപോലുള്ള റിങ് നമ്മൾ നിർമ്മിക്കുന്നത്. നമ്മുടെ ടാങ്കിലേക്ക് അത് മതിയാവും. വലിയ ടാങ്ക് ആകുമ്പോഴത്തേക്ക് അതിനേക്കാൾ കൂടുതൽ, ഈ ഇപ്പുറത്തെ ചിത്രത്തിൽ കാണുന്നത് വലിയ 60 സെന്റിമീറ്റർ വ്യാസത്തിലുള്ള റിങ് ആണെന്ന് തോന്നുന്നു അതിനകത്ത് കാണുന്നത്. നമുക്ക് ഈ ടാങ്കിലേക്ക് 30 സെന്റിമീറ്റർ വ്യാസത്തിലുള്ള 12 റിങ് ഉണ്ടാക്കിയാലും അത് മതിയാവും. പിന്നെ ഇത് കൂടാതെ മറ്റ് ഇപ്പൊ നേരത്തെ നമ്മൾ ആ സെൻട്രൽ ഡ്രെയിനിന്റെ വേറൊരു ചിത്രം കാണിച്ചതുപോലെ തന്നെ വേറെ ടൈപ്പ് എയറേറ്ററും ഈ എയറോക്സി ട്യൂബ് കൊണ്ടുള്ള വേറെ സംഭവങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. അത് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. പക്ഷെ അത് കുറച്ചുകൂടെ വില കൂടുതലാണ്. അതിന്റെ ആവശ്യമില്ല. നമ്മളിപ്പോ ചെലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാനാവുമ്പോഴത്തേക്ക് ഇതേ രീതി ചെയ്യുമ്പോൾ വളരെ നിസാരപ്പെട്ട തുകയാവുള്ളൂ. അപ്പൊ ഇതേപോലെ റിങ് ഉണ്ടാക്കി ചെയ്താൽ മതിയാവും. അപ്പൊ ഞങ്ങളിപ്പോ കർഷകരെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ പല രീതിയിലും ചെയ്യുന്നവരുണ്ട്. എയറേഷൻ സിസ്റ്റം പല രീതിയിലും ഈ എയറേറ്റർ ഒക്കെ സെറ്റ് ചെയ്യുന്നവര്, എയറേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ എയറോക്സി ട്യൂബ് കൊണ്ട് പല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ നമുക്ക് എപ്പോഴും നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാല് ഇതിനകത്തെ വെള്ളം നല്ലതുപോലെ ഇളകി മറിയണം, നല്ല ഫ്ലോ ഉണ്ടായിരിക്കണം. ഒരു സ്ഥലത്ത് പോലും സ്റ്റാഗ്നന്റ് ആയിട്ട് കിടക്കാനായിട്ട് പാടില്ല. എല്ലാ സ്ഥലവും വെള്ളം എപ്പോഴും നല്ലതുപോലെ അനങ്ങണം. അപ്പൊ ആ രീതിയിൽ മെത്തേഡ് ഏത് രീതി ആയാലും ശരി, നമ്മുടെ ഉദ്ദേശം വെള്ളം നല്ലതുപോലെ തിളച്ചു മറിഞ്ഞു കിടക്കണം. അതാണ് അതിന്റെ ശരിക്കുള്ള വാക്കെന്ന് പറഞ്ഞാൽ. അത് അത്രയ്ക്കും വെള്ളം മറിയണം. അപ്പൊ ഓരോ എയർ പോയിന്റിലൂടെയും 1 മിനിറ്റിൽ 5 ലിറ്റർ ആണ് ഔട്ട്. ഓരോ എയർ പോയിന്റിലൂടെയും എല്ലാ എയർ പോയിന്റുകളിലും റെഗുലേറ്റർ കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഈ എയറേഷൻ ഫുൾ ടൈം വേണ്ടത് കൊണ്ട് നമുക്ക് എന്തായാലും ഒരു ജനറേറ്ററോ ഇൻവെർട്ടറോ ഒരു യൂണിറ്റിൽ ഘടിപ്പിച്ചേ പറ്റുള്ളൂ. കാരണം ഇലക്ട്രിക് കറണ്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും അത് ഇവിടെ സിസ്റ്റം ഓഫ് ആയാൽ മീനെല്ലാം ചത്തുപോകും. ഇങ്ങനെയുള്ള പ്രശ്നം പല സ്ഥലങ്ങളിലും ഉണ്ടാവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഈ ബയോഫ്ലോക്ക് മത്സ്യകൃഷിയിൽ ഏറ്റവും പേടിക്കേണ്ട ഒരു കാര്യം അത് തന്നെയാണ്. ചിലപ്പോൾ നമുക്കിപ്പോ എങ്ങോട്ടും പോകാൻ പറ്റില്ല. നമ്മുടെ വീട്ടിൽ ഈ സംഭവം ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും അതിനകത്ത് നോട്ടം ഒരാൾ വേണം. കാരണം എന്ന് വെച്ചാൽ ഇതുപോലെ ഇലക്ട്രിസിറ്റി പോയി കഴിഞ്ഞാൽ എല്ലാം പോയി. മീൻ നല്ലപോലെ വളർന്നു കിടക്കുവാണെങ്കിൽ ചിലപ്പോൾ തൊട്ടടുത്ത ദിവസം നോക്കുമ്പോഴത്തേക്ക് എല്ലാം ചത്ത് കിടക്കുന്നത് കാണാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ജനറേറ്ററോ ഇൻവെർട്ടറോ നിർബന്ധമായിട്ടും നമുക്ക് ഇതിനകത്ത് വേണം. അപ്പൊ എല്ലാവരും ചിന്തിക്കും കൂടുതൽ കറണ്ട് ചാർജ് കൂടുതലാവില്ല എന്നുള്ളത്. പക്ഷേ നമുക്കിപ്പോ ഡിപ്പാർട്ട്മെന്റ് തന്നെ കുറഞ്ഞ താരിഫ് ലഭിക്കുന്നതിനായിട്ട് കർഷകർക്ക് പ്രത്യേക ഇലക്ട്രിക് കണക്ഷൻ കൊടുക്കാറുണ്ട്. അത് ബയോഫ്ലോക്ക് മാത്രമല്ല, എല്ലാ മത്സ്യകൃഷിയിലും എയറേഷൻ സംവിധാനം ഒക്കെ വേണ്ടതായിട്ടുണ്ടെങ്കിൽ അവർ രജിസ്ട്രേഷൻ ലൈസൻസിന് വേണ്ടി നമ്മുടെ അടുത്ത് സമീപിക്കുമ്പോൾ നമ്മൾ അതോടൊപ്പം തന്നെ ഈ കുറഞ്ഞ വൈദ്യുതി താരിഫിന് വേണ്ടിയിട്ട് കൂടെ ഒരു പേപ്പർ കൊടുക്കാറുണ്ട്. അത് KSEBിൽ കൊടുക്കുമ്പോൾ ആ രീതിയിലുള്ള കണക്ഷൻ അവർക്ക് കിട്ടും. അപ്പൊ നമുക്ക് വൈദ്യുതി ചാർജ് കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ ഉള്ളതാണ് ബയോസെക്യൂരിറ്റി സംവിധാനം എന്ന് വെച്ചാൽ മൊത്തത്തിൽ അങ്ങ് കവർ ചെയ്യുന്നത്. ഒരു ടാങ്ക് ഒക്കെ ആകുമ്പോൾ ഇതുപോലെ മൊത്തത്തിൽ കവർ ചെയ്യണമെന്നൊന്നുമില്ല. പക്ഷെ ചിലർ കൂടുതൽ ടാങ്ക് ചെയ്ത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഭയങ്കര കൂടുതലായിട്ടൊക്കെ വളരെ കൊമേഴ്സ്യൽ ആയിട്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇതേപോലുള്ള ബയോസെക്യൂരിറ്റി മെഷേഴ്സ് ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇപ്പൊ നേരത്തെ പറഞ്ഞാൽ ഇങ്ങനെ കവർ ചെയ്യുമ്പോഴത്തേക്ക് സൺലൈറ്റ് സൈഡിൽ കൂടെ ഒന്നും സൺലൈറ്റ് വരില്ല, എലിയുടെ ശല്യം പാമ്പിന്റെ ശല്യം ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല, വളരെയധികം സെക്യൂർഡ് ആണ്. അപ്പൊ അതേ രീതിയിൽ ഒരു ബയോസെക്യൂരിറ്റി കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ഇത്രയെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ ടാങ്ക് എല്ലാം ഓക്കെ ആയി, അതിനകത്തുള്ള എയറേഷൻ സംവിധാനം എല്ലാം ചെയ്തു. പിന്നീട് നമ്മുടെ അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വെള്ളം നിറയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ വെള്ളം ഇപ്പൊ ഇതിനകത്ത് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ സെൻട്രൽ ഡ്രെയിൻ ഈ ഒരു പൈപ്പ് ഇങ്ങനെയല്ല വേണ്ടത് കേട്ടോ. ഇതിപ്പോ അവർ ആദ്യം ചെയ്തപ്പം വേറെ ഏതോ ഒരു സ്ഥലത്ത് ചെയ്തതാണ്. ഒരു ചിത്രം ഞാനെടുത്ത് ഇട്ടെന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെയല്ല നമുക്ക് വേണ്ടത്. നമ്മള് ഇതിനകത്തെല്ലാം ഹോൾ ഉണ്ടാക്കി ഇത്രയും ഹൈറ്റ് ഒന്നും നമുക്ക് വേണ്ട. നമ്മൾ ആ ടാങ്ക് കണക്ടറിനകത്തോട്ട് ഇപ്പൊ ടാങ്ക് കണക്ടറിന്റെ കാര്യം പറഞ്ഞപ്പം ആ ടാങ്ക് കണക്ടറിന്റെ മേലെ PVC പൈപ്പിനകത്ത് ഹോൾ ഇട്ടിട്ട് അങ്ങനെ കണക്ട് ചെയ്ത് വെക്കണം. അപ്പൊ അത് നേരത്തെ വേറൊരു ചിത്രത്തിൽ ഞാൻ കാണിച്ചപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും. അതേ രീതിയിൽ ഹോൾ ഇട്ട് അപ്പൊ ഇത്രയും ഹൈറ്റ് വേണമെന്നില്ല. ഇത്രയും ഹൈറ്റ് ചെയ്യുന്നവരുണ്ടായിരിക്കും, പക്ഷെ അതിന്റെ ആവശ്യമില്ല. അപ്പൊ കുറച്ച് ഹൈറ്റിൽ ഇതിങ്ങനെ ഈ PVC ഡ്രെയിൻ സെറ്റ് ചെയ്യുക. പിന്നീട് നമ്മൾ വെള്ളം നിറയ്ക്കണം.
വെള്ളം നിറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പിന്നെ നമ്മളിപ്പോ പുതിയ ഷീറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഷീറ്റിനകത്ത് ചിലപ്പോൾ എന്തെങ്കിലും കെമിക്കൽസ് എന്തെങ്കിലും ഒക്കെ കാണാം. അപ്പൊ അതൊക്കെ നമുക്ക് ഇല്ലാതാക്കണം. അപ്പൊ ആദ്യമൊക്കെ ചില ആൾക്കാർ ചെയ്യുന്നത് കംപ്ലീറ്റ് ആദ്യം ഒന്ന് വെള്ളം നിറയ്ക്കും. നമ്മൾ സാധാരണ സിമെന്റ് ടാങ്കിലൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. വെള്ളം നിറച്ച് കുറച്ച് ദിവസം ഇട്ടതിന് ശേഷം ആ വെള്ളം കളഞ്ഞിട്ട് പിന്നെ ഫ്രഷ് ആയിട്ട് വീണ്ടും വെള്ളം കയറ്റും. പക്ഷെ നമുക്കിപ്പോ ഇത്ര മാം ഇപ്പൊ മ്യൂട്ട് ആണേ. ഹലോ മാം, കേൾക്കുന്നില്ല. ഹലോ മാം, പറയുന്നത് ഇപ്പൊ കേൾക്കുന്നില്ല കേട്ടോ. പിന്നീട് നമ്മൾ വെള്ളം നിറയ്ക്കുന്നു. ഈ വെള്ളം നിറച്ചു കഴിയുമ്പോൾ പിന്നെ ഇപ്പം നമ്മൾ വെള്ളത്തിന്റെ സോഴ്സ് എന്ന് പറഞ്ഞാൽ കിണറിന്ന് എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ വാട്ടർ കണക്ഷൻ നമ്മുടെ പൈപ്പ് ലൈനിൽ നിന്ന് എടുക്കാം. ചിലര് ഓപ്പൺ സോഴ്സിൽ നിന്നും എടുക്കാറുണ്ട്, കായലിൽ നിന്നോ പുഴയിൽ നിന്നോ അങ്ങനെയൊക്കെ എടുക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഈ വെള്ളം അണുവിമുക്തമാക്കണമല്ലോ. ഇതിനകത്ത് എടുക്കുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നീട് ഒരുപാട് വാട്ടർ എക്സ്ചേഞ്ച് ഒന്നും ഇല്ല, ഈ വെള്ളം തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അത് വെള്ളം ശുദ്ധീകരിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പം സാധാരണ നമ്മുടെ കിണറിൽ നിന്നൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് പിന്നെ ബ്ലീച്ചിങ് പൗഡർ ഒന്നും ഇട്ട് ഒന്നും നമ്മൾ ശുദ്ധീകരിക്കാറില്ല. ആ വെള്ളം തന്നെ നമ്മൾ അങ്ങ് ഉപയോഗിക്കണം. കിണറിൽ നിന്നൊക്കെ ആകുമ്പോഴത്തേക്ക് അതിനകത്ത് പ്രത്യേകിച്ച് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള വിശ്വാസത്തിൽ സാധാരണ അങ്ങ് ഉപയോഗിക്കുന്നു കർഷകർ. പക്ഷെ അങ്ങനെ ആ വെള്ളമായാലും ഓപ്പൺ സോഴ്സിൽ നിന്ന് എടുക്കുന്ന വെള്ളമായാലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് ഉപയോഗിച്ച് ഇത് വൃത്തിയാക്കി പിന്നെ അണുവിമുക്തമാക്കി ഉപയോഗിക്കുന്നത് ഒന്നുകൂടെ നല്ലതായിരിക്കും. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ ഓപ്പൺ സോഴ്സ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ നമ്മൾ ശുദ്ധീകരിക്കേണ്ടത്. സാധാരണ കിണറ്റിലെ വെള്ളമാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആവശ്യം വരുന്നില്ല. പിന്നെ അങ്ങനെ ചെയ്തതിന് ശേഷം അപ്പൊ കൂടുതൽ നമ്മൾ പറയുന്ന ഡോസേജ് എന്ന് പറഞ്ഞാൽ 35 മുതൽ 50 ppm സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് ഉപയോഗിച്ച് വെള്ളം ശുദ്ധീകരിക്കണമെന്നാണ് നമ്മുടെ പ്രോജക്റ്റിൽ പറയുന്നത്. അപ്പൊ അത് കുറച്ച് ഹൈ ഡോസ് ആണ്. എന്ന് വെച്ചാൽ അതിനകത്തുള്ള എന്ത് സംഭവങ്ങൾ ഉണ്ടെങ്കിലും ആ വെള്ളത്തിലുള്ള എല്ലാ അണുക്കളും നശിച്ചു പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഡോസേജ് പറയുന്നത്, 35 മുതൽ 50 ppm വരെ. അപ്പൊ ഇത് ചെയ്തു കഴിഞ്ഞാൽ പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഇതിനകത്ത് ഇപ്പം ക്ലോറിൻ റിലീസ് ചെയ്ത് ആണല്ലോ ഇതിനകത്തുള്ള അണുക്കളെല്ലാം നശിച്ചു പോകുന്നത്. അപ്പൊ പിന്നെ ക്ലോറിന്റെ അംശം ഇതിനകത്ത് കാണാൻ പാടില്ല. ക്ലോറിന്റെ അംശം ഉണ്ടെങ്കിൽ പിന്നീട് മീൻ കുഴപ്പമോ അതിന്റെ ഫ്ലോക്ക് രൂപീകരിക്കാൻ പറ്റാതെ വരും. അപ്പൊ ഇത് ഡീക്ലോറിനേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള സംവിധാനം നമ്മൾ ചെയ്യണം. അത് സാധാരണ സോഡിയം തയോസൾഫേറ്റ് ആണ് ഉപയോഗിക്കുന്നത്. പക്ഷെ കുറച്ച് ദിവസം നല്ല എയറേഷനും കൊടുത്ത് പിന്നെ വെള്ളം ഓപ്പൺ ആയിട്ട് അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ സൂര്യപ്രകാശം ഏറ്റ് കഴിയുമ്പോൾ ക്ലോറിൻ അങ്ങ് റിലീസായി പോയിക്കോളും, കംപ്ലീറ്റ് റിലീസായി പോയിക്കോളും. സോഡിയം തയോസൾഫേറ്റ് ഒന്നും ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരാറില്ല. നമ്മളിപ്പോ ഫീൽഡിൽ അങ്ങനെ ഉപയോഗിക്കുന്നില്ല. നമ്മളിപ്പോ കൂടുതൽ ആൾക്കാരും കിണറിലെ വെള്ളമൊക്കെയാണ് ഉപയോഗിക്കുന്നത്, അല്ലെ പൈപ്പ് കണക്ഷൻ ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ആ പൈപ്പ് കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് ക്ലോറിന്റെ ഇത് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും അത് പിന്നെ കുറച്ച് ദിവസം ഒരു 3-4 ദിവസം തന്നെ അങ്ങ് ഇടാൻ പറയും. എയറേഷനും കൊടുത്ത് സൂര്യപ്രകാശവും കൊണ്ടങ്ങ് കിടക്കട്ടെ, അതിനകത്ത് വെള്ളത്തിൽ എന്തെങ്കിലും ഉണ്ട് അതെല്ലാം പൊക്കോട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെ ഇടുന്നു. എന്നിട്ട് പിന്നീട് ഫ്ലോക്ക് ഇനോക്കുലം പ്രിപ്പറേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അല്ലാതെ നമ്മൾ ഇതുവരെയും കർഷകരാരും ഈ പറഞ്ഞ പോലെ ജലത്തിന്റെ ഓപ്പൺ സോഴ്സിൽ നിന്ന് അങ്ങനെ വെള്ളം എടുക്കാറില്ല. അതുകൊണ്ട് ഈ ശുദ്ധീകരണ പ്രോസസ്സ് അങ്ങനെ നടത്താറില്ല നമ്മളിപ്പോ ഫീൽഡില് നമ്മളിപ്പോ ചെയ്യുന്ന വെച്ച് നോക്കുമ്പോൾ. ഇനിയിപ്പോ ഈ എയറേഷൻ എങ്ങനെ വേണമെന്നുള്ളതിന്റെ ഒരു വീഡിയോ ഞാൻ ഇതിനിടയ്ക്ക് കൂടെ ഒന്ന് കാണിക്കാൻ നോക്കുകയാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ വെള്ളം നല്ലതുപോലെ തിളച്ച് മറിയണമെന്ന് പറഞ്ഞത്. അപ്പൊ ആ രീതിയിൽ എങ്ങനെയാണ് ആ ഒരു സിസ്റ്റം കിടക്കേണ്ടതെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കത് മനസ്സിലാവും. കണ്ടില്ലേ, വീഡിയോ കാണുന്നുണ്ടല്ലോ, ആ വെള്ളം കിടന്ന് മറിയുന്നത് കണ്ടോ? ഇതേ രീതിയിൽ വേണം നമ്മുടെ ബയോഫ്ലോക്ക് ടാങ്കില് ഇതേ രീതിയിൽ വെള്ളം നല്ലതുപോലെ അനങ്ങണം. എപ്പോഴും സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഇതിനകത്ത് കാണാനായിട്ട് പാടില്ല. അപ്പൊ അതേപോലെ വേണം നമ്മൾ പിന്നെ എയറേഷൻ കൊടുക്കാനായിട്ടും ആ എയർ പോയിന്റ് കൊടുക്കാനായിട്ടും ഇതേ രീതിയിൽ നമ്മൾ കൊടുക്കണം. മാം ഇപ്പൊ നമുക്ക് ആ പ്രസന്റേഷന്റെ പിക്ചർ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് ആണോ? വീഡിയോ കണ്ടില്ലയോ? വീഡിയോ കണ്ടില്ല, നമുക്ക് അവസാനം കാണിക്കാം. ആണോ? ഓ അത് ശരി, വീഡിയോ കണ്ടില്ലല്ലേ, എങ്കിൽ പിന്നെ അത് അവസാനം കാണിക്കാം. ഇടയ്ക്കൂടെ കാണിച്ച ഒരു ബുദ്ധിമുട്ടായെന്ന് തോന്നുന്നു. ഇപ്പൊ ചിത്രം കാണുന്നുണ്ടോ? ചിത്രം കാണുന്നുണ്ട്. ഇനി ബാക്കി അതിന്റെ പ്രോസസ്സ് കാണുന്നുണ്ട്, കുഴപ്പമില്ല. എങ്കിൽ പിന്നെ അടുത്തതിലോട്ടം കിടക്കാം. പിന്നീട് നമ്മൾ ഈ വെള്ളം നിറച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതിനകത്ത് pH നോക്കണം. വെള്ളത്തിന്റെ ഇതിന്റെ ക്വാളിറ്റി നമ്മൾ എപ്പോഴും നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റിലെ നമ്മൾ നോക്കുന്നതാണ് ഇതിന്റെ pH നോക്കും, ആൽക്കലിനിറ്റി നോക്കും.
അപ്പം ഈ pH എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് അറിയാമായിരിക്കും, മത്സ്യകൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള pH 7 ആണ്. ന്യൂട്രൽ pH ആണ് മത്സ്യകൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളത്, ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 7 തന്നെ വേണമെന്നില്ല. ഒരു 6.8 മുതൽ 8.2, 8.3 വരെ വളരെ സേഫ് ആണ്. പക്ഷെ 8.5 മേലെ ഒന്നും, 8.5, 8.6 മേലെ 9 ഒന്നും ആവാനേ പാടില്ല. അതേപോലെ 6.5 താഴാനും പാടില്ല, 6 താഴാനേ പാടില്ല. അപ്പോഴൊക്കെ വലിയ വിഷയങ്ങളാണ്. പക്ഷെ എപ്പോഴും നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 7-നും ഒരു 8.2-നും ഇടയ്ക്ക്, 7, 7.5 ഏറ്റവും സേഫ് ആയിട്ടുള്ളത്. അതേ രീതിയിൽ pH നമ്മൾ നോക്കണം. പിന്നെ ആൽക്കലിനിറ്റി ബയോഫ്ലോക്ക് സിസ്റ്റത്തിന് 100 ppm, 100 മുതൽ 120 ppm വരെയാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആൽക്കലിനിറ്റി. അപ്പൊ അതിന് താഴെയാണ് ഇപ്പൊ കൂടുതലും നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ആൽക്കലിനിറ്റി വളരെ കുറവാണ്. ചിലപ്പോ 30, 20, 40 ആ ഒരു രീതിയിലാണ് കാണുന്നത്. അപ്പൊ ആൽക്കലിനിറ്റി അത്രയും കുറവാകുമ്പം അത് കറക്റ്റ് ആക്കുക, ഇപ്പൊ 100-ന് മേലെ ആക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ പരിഹാര മാർഗങ്ങൾ ചെയ്തു കൊടുക്കണം. അതേപോലെ pH തീരെ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനും അതിന്റെ മാർഗങ്ങൾ ചെയ്തു കൊടുക്കണം. ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ആൽക്കലിനിറ്റി കുറവാണ് അല്ലെങ്കിൽ pH കുറവാണ്. അപ്പൊ രണ്ടും കൂടെ മാനേജ് ചെയ്യാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതാണ് ഡോളമൈറ്റ്. ഈ ഡോളമൈറ്റ് ആണ് നമ്മളിപ്പോ ബയോഫ്ലോക്ക് സിസ്റ്റത്തിൽ കൂടുതലായിട്ട് ആഡ് ചെയ്യുന്നത്. ഡോളമൈറ്റ് ആഡ് ചെയ്യുമ്പോഴത്തേക്കുള്ള ഒരു ഗുണമെന്ന് വെച്ചാൽ pH ഒരു സാധാരണ ഈ പറഞ്ഞിട്ട് 8.2 അല്ലെ 8.5-ന് മേലെ അങ്ങനെ പോകത്തില്ല, അങ്ങനെ സ്റ്റേബിൾ ആയിട്ട് അങ്ങ് നിന്നോളൂ. ഡോളമൈറ്റ് ആഡ് ചെയ്യുമ്പോൾ ആൽക്കലിനിറ്റി ഉയർത്താനായിട്ട് സാധിക്കും, 100 ppm-ന് മേലെ നമുക്ക് ഉയർത്താനായിട്ട് സാധിക്കും. അപ്പൊ ഡോളമൈറ്റ് ആണ് ആ ഒരു ഈ പറഞ്ഞ പോലെ pH-നും ഒന്ന് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഡോളമൈറ്റ് ആണ് ഏറ്റവും നല്ലത്. പക്ഷേ ഡോളമൈറ്റിന്റെ റിയാക്ഷൻ വളരെ സ്ലോ ആണ്. നമ്മൾ ഈ ഡോളമൈറ്റ് ആഡ് ചെയ്ത് വളരെ ദിവസങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും, അത് കറക്റ്റ് ചെയ്ത് ഈ ആൽക്കലിനിറ്റി അങ്ങോട്ട് കറക്റ്റ് ചെയ്ത് വരാനായിട്ട്. അത്രയും ദിവസം വെയിറ്റ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ട് നമ്മളിപ്പം സോഡിയം ബൈകാർബണേറ്റും ആഡ് ചെയ്യാറ്. അതാകുമ്പോൾ പെട്ടെന്നുള്ള റിസൾട്ടാണ്. പക്ഷേ ഇത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഡോളമൈറ്റ് ആകുമ്പോഴത്തേക്ക് അത് സ്റ്റേബിൾ ആണ്. ആ ഒരു സിസ്റ്റം മാറിക്കഴിഞ്ഞാൽ അത് കുറെ നാളത്തേക്ക് നമുക്ക് അത് സ്റ്റേബിൾ ആയിട്ട് തന്നെ കിട്ടും. സോഡിയം ബൈകാർബണേറ്റ് ആകുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ചേഞ്ച് ആണ്. പക്ഷെ അതേപോലെ ചിലപ്പോൾ പെട്ടെന്ന് താഴോട്ട് വന്നേക്കാം. ആൽക്കലിനിറ്റി പെട്ടെന്ന് അങ്ങ് കൂടി വരും, പക്ഷെ ചിലപ്പോൾ അത് വീണ്ടും താഴോട്ട് വന്നേക്കാം. പക്ഷെ പ്രശ്നമൊന്നുമില്ല. വീണ്ടും ഇത് കുറയുമ്പോൾ മീൻ സ്റ്റോക്ക് ചെയ്തതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് വീണ്ടും ഈ സോഡിയം ബൈകാർബണേറ്റ് ആയാലും ഡോളമൈറ്റ് ആയാലും മീൻ സ്റ്റോക്ക് ചെയ്താലും ആഡ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഡോളമൈറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത് ഈ വെള്ളത്തിൽ കലക്കിയിട്ട് തെളിവെള്ളം എടുത്തിട്ടാണ് ഡോളമൈറ്റ് നമ്മൾ സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പൊ അതിപ്പോ സാധാരണ നമ്മളിപ്പോ 100 ppm-ന് താഴെയാണ്, ഇപ്പൊ 20, 30 അങ്ങനെയൊക്കെയാണ് ആൽക്കലിനിറ്റി എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് 1 കിലോഗ്രാം വാങ്ങിച്ചിട്ട് വെള്ളത്തിൽ കലക്കി അങ്ങനെ അങ്ങോട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് തെളിവെള്ളം ഒഴിക്കും. എന്നിട്ട് വീണ്ടും നമ്മൾ ടെസ്റ്റ് ചെയ്യും. പ്രത്യേകിച്ച് മീൻ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ വീണ്ടും നമ്മൾ ചേർക്കുള്ളൂ. അപ്പൊ ചിലപ്പോൾ അടുത്ത ദിവസം വീണ്ടും 1 കിലോ ചേർക്കേണ്ടി വരും. വീണ്ടും ടെസ്റ്റ് ചെയ്യുമ്പോൾ വളരെ കുറവാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ചേർക്കേണ്ടി വരും. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു സേഫ് സോണിൽ നമ്മൾ ആ ഡോസേജ് കൂടുതൽ, ഇപ്പൊ 2 കിലോഗ്രാം ഒക്കെ ഡോളമൈറ്റ് വേണമെന്നാണ് പറയുന്നത് 100 ppm-ൽ, ഈ 20, 30 ഒക്കെ ഉള്ളെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണം. പക്ഷെ ഒരുപാട് ഇങ്ങനെ കുറഞ്ഞു വരുമ്പോഴത്തേക്കും ഇതുപോലെ ഡോസ് വ്യത്യാസപ്പെടും. അപ്പൊ നമുക്ക് ഈ മീൻ സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ടൊന്നും ഇത് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റില്ല, അത് സേഫ് അല്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് 1 കിലോ ഒക്കെ വാങ്ങിച്ച്, ചിലപ്പോൾ ചിലർ ഒന്നുകൂടെ പേടിച്ചിട്ട് 1/2 കിലോ കലക്കിയിട്ട് ഒഴിക്കും, പിന്നെ വീണ്ടും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അങ്ങനെ ചെയ്യും. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ പിന്നെ സോഡിയം ബൈകാർബണേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പക്കാരമാണെങ്കിൽ കുറച്ചും കൂടെ കുറവേ കൊടുക്കാറുള്ളൂ. 250 ഗ്രാം ഒക്കെ വെച്ചിട്ട് ഓരോ സമയം നമ്മൾ കലക്കി അങ്ങനെ ഒഴിക്കാറുള്ളൂ. അപ്പൊ ഇതിൽ ഏത് വേണമെന്നുണ്ടെങ്കിലും ആൽക്കലിനിറ്റി pH കറക്റ്റ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. മാം കുറച്ച് സ്പീഡപ്പ് ആക്കാവോ? ഇനി പ്രധാനപ്പെട്ടതായി ഈ മീനുകൾക്ക് കൊടുക്കേണ്ട ഭക്ഷണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞിട്ട് അത് ഇനി വരുന്ന അതാണ് ഒരല്പം സമയം. പിന്നെ അതുപോലെ തന്നെ പിന്നെ കുളത്തിലൊക്കെ നമ്മൾ മീൻ വളർത്തുവാണെങ്കിൽ അതിന്റെ ഒരു ഇതും കൂടെ പെട്ടെന്ന് പറഞ്ഞിട്ട് അത് ഞാൻ പറഞ്ഞു പോവാം. ഞാൻ സാധാരണ ഞാൻ എടുക്കുമ്പോ ഭയങ്കര ഫാസ്റ്റ് ആവാറുണ്ട്, എല്ലാരും അങ്ങനെ പറയും. അത് കാരണം കുട്ടികൾക്കായതുകൊണ്ടാണ് ഞാൻ സ്ലോ ആക്കി പറഞ്ഞത്. ഒന്നുകൂടെ ഫാസ്റ്റ് ആക്കാം. അപ്പൊ ഇതിനകത്ത് ഇനിയിപ്പോ ഈ ബയോഫ്ലോക്ക് ടാങ്കിലേക്ക് പിന്നീട് നമ്മൾ ഇനോക്കുലമാണ് ആഡ് ചെയ്യുന്നത്. ഈ ഒരു കൃഷിക്ക് വേണ്ടിയിട്ട് അടുത്ത സംഭവം എന്ന് വെച്ചാൽ ഇനോക്കുലം തയ്യാറാക്കലാണ്. ഇനോക്കുലം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ് ഈ ചിത്രത്തിൽ കാണുന്നത്, ശർക്കരയും ഈസ്റ്റും. ഈ ശർക്കര ഈ 20,000 ലിറ്റർ വെള്ളത്തിലേക്കുള്ള ഇനോക്കുലമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 40 ഗ്രാം ശർക്കരയും 0.4 ഗ്രാം ഈസ്റ്റും 1 ലിറ്റർ വെള്ളത്തിൽ, ഒരു ബക്കറ്റിനകത്ത് 1 ലിറ്റർ വെള്ളം എടുക്കുന്നു, 40 ഗ്രാം ശർക്കര, 0.4 ഗ്രാം ഈസ്റ്റ് എടുത്തിട്ട് കലക്കി വെക്കുന്നു. ഇതേപോലെ വായ മൂടി കെട്ടുന്നു. ഇത് ശർക്കര പുളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഒരു ദിവസം എയറേഷൻ കൊടുത്തിടുന്നു. പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ചെയ്യുന്നതെന്ന് വെച്ചാല് ഈ 4 കിലോഗ്രാം കുളത്തിലെ മണ്ണ് ചെയ്യുന്നത് നമ്മൾ ആദ്യം 1 ലിറ്റർ വെള്ളം കുളിപ്പിക്കാൻ വയ്ക്കുന്ന ദിവസം തന്നെ 4 കിലോ കുളത്തിലെ മണ്ണ് എടുത്തിട്ട് അത് തണലത്ത് വെച്ച് ഉണക്കും.
എന്നിട്ട് ഈ മണ്ണും 2 ഗ്രാം അമോണിയം സൾഫേറ്റും ഇപ്പൊ പുളിപ്പിച്ച 1 ലിറ്റർ വെള്ളം ശർക്കര പുളിപ്പിച്ചെന്ന് പറഞ്ഞല്ലോ, ഇതെല്ലാം കൂടി ഒരു 200 ലിറ്റർ ബാരലിലേക്ക് ഇതെല്ലാം കൂടെ മാറ്റി. 200 ലിറ്റർ വെള്ളം, 250 ലിറ്റർ ബാരൽ എടുത്ത് 200 ലിറ്റർ വെള്ളം നിറച്ച് അതിലേക്ക് ഈ പറഞ്ഞ മണ്ണും അമോണിയം സൾഫേറ്റും 200 ലിറ്റർ ഇനോക്കുലം എടുത്ത് 20,000 ലിറ്റർ വെള്ളത്തിലേക്ക് ചേർത്തിട്ട് അത് ശക്തമായ എയറേഷനും കൊടുത്തിടും. ഇത് നമ്മൾ ഇതിനകത്ത് ഫ്ലോക്ക് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇനോക്കുലം ആഡ് ചെയ്ത പ്രോസസ്സാണ് ഈ പറഞ്ഞത്. ഇത് ഇത്രയും ചെയ്തതിന് ശേഷം തൊട്ടടുത്ത ദിവസം 80 ഗ്രാം അമോണിയം സൾഫേറ്റ് ഈ 20,000 ലിറ്റർ വെള്ളത്തിലേക്ക് ചേർക്കും. അത് ഇപ്പൊ ഓരോ ലിറ്റർ 1 ലിറ്ററിൽ ഇത്രയും ഇപ്പൊ ഈ 1 ലിറ്ററിൽ 4 മില്ലിഗ്രാം. അപ്പൊ നമ്മൾ ഏത് വലിപ്പത്തിലുള്ള ടാങ്ക് ആണോ നിർമ്മിക്കുന്നത്, എത്ര വെള്ളമാണോ ഉപയോഗിക്കുന്നത്, അതനുസരിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് 5 മീറ്റർ ഡയ ടാങ്ക് ആയതുകൊണ്ടാണ് ഈ 80 ഗ്രാം അമോണിയം സൾഫേറ്റ് ഉപയോഗിക്കുന്നത്. പിന്നെ തൊട്ടടുത്ത ദിവസം 800 ഗ്രാം പുളിപ്പിച്ച ശർക്കര. അതെന്ന് പറയുമ്പോഴത്തേക്ക് 800 ഗ്രാം ശർക്കരയും 8 ഗ്രാം ഈസ്റ്റും കൂടെ പുളിപ്പിക്കാൻ വെച്ചിട്ട് അത് തൊട്ടടുത്ത ദിവസത്തേക്ക് അത് ആഡ് ചെയ്യും. ഈ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ 200 ലിറ്റർ ഇനോക്കുലം ആഡ് ചെയ്തു, തൊട്ടടുത്ത ദിവസം അമോണിയം സൾഫേറ്റ് ആഡ് ചെയ്തു, അതിന്റെ അടുത്ത ദിവസം കാർബൺ സോഴ്സ് ആണ് ഈ ശർക്കര. ഇത് ആഡ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ അമോണിയം സൾഫേറ്റിനകത്ത് നിന്നുണ്ടാകുന്ന നൈട്രജനും ഇത് കാർബൺ സോഴ്സ് ആണ്. ഈ കാർബൺ നൈട്രജൻ കൂടെ പ്രവർത്തിച്ച് ഫ്ലോക്ക് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിലുള്ള പ്രോസസ്സ് ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഇത് തൊട്ടടുത്ത ദിവസം വീണ്ടും അമോണിയം സൾഫേറ്റ് ആഡ് ചെയ്യുന്നു, വീണ്ടും ശർക്കര ആഡ് ചെയ്യുന്നു. ഇങ്ങനെ നമുക്കൊരു 2 ആഴ്ചയോളം ഈ പ്രോസസ്സ് ആവർത്തിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയാണ് നമുക്ക് ഇതിനകത്ത് ഫ്ലോക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നത്. ഫ്ലോക്ക് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ആ പോണ്ടിലെ മണ്ണ് ഉപയോഗിക്കുന്നത് ബാക്ടീരിയ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ബാക്ടീരിയയും അമോണിയം സൾഫേറ്റും ഈ ശർക്കരയും എല്ലാം കൂടി പ്രവർത്തിച്ചിട്ടാണ് ഈ ഫ്ലോക്ക് രൂപം കൊള്ളുന്നത്. അപ്പൊ നമ്മൾ ഈ അമോണിയം സൾഫേറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതുപോലെ അമോണിയ പരിശോധിക്കണം. ഇതിന് വാട്ടർ ഈ ടെസ്റ്റ് ചെയ്യുന്നതിനുള്ള കിറ്റ് കിട്ടും. ആ കിറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് പരിശോധിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ കളർ ചാർട്ട് വരും. അപ്പൊ അതിനകത്ത് കൂടുതൽ അമോണിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള കളർ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ ഈ ചിത്രത്തിൽ കാണുന്ന 1 ppm വരാൻ പാടില്ല, 1 ppm മേലെ വരാൻ പാടില്ല. അതിന് താഴെയാണ് നമുക്ക് നിൽക്കേണ്ടത്. 0 ആണ് ഏറ്റവും നല്ലത്. 0.25 0.5 ഒക്കെ ആയാലും വലിയ കുഴപ്പമില്ല. അപ്പൊ എന്തായാലും നമ്മൾ അമോണിയ ഇത് പരിശോധിക്കണം. പിന്നെ അമോണിയ നിർവീര്യമാക്കുന്നതിന് വേണ്ടിയിട്ട് കാർബൺ സോഴ്സ് ആഡ് ചെയ്ത് കൊടുക്കണം. അതാണ് നമ്മുടെ ഈ സിസ്റ്റത്തിൽ നമ്മൾ തുടർന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് നേരത്തെ ഞാൻ പറഞ്ഞ ഗ്രീൻ ആൽഗെ, സൂര്യപ്രകാശം കൂടുതൽ അടിക്കുന്ന ടാങ്കിലാണ് ഇതുപോലെ ഗ്രീൻ ആൽഗെ വരുന്നത്. പക്ഷെ അത് നമ്മളൊന്ന് മറച്ചു കൊടുക്കുമ്പോഴത്തെ ഈ രീതിയിൽ ബ്രൗൺ കളറേഷൻ ആയിട്ട് വരും. ഇതേപോലെ ഫ്ലോക്ക് രൂപം കൊള്ളുന്നതിന് മുന്നോടിയായിട്ടാണ് ഇങ്ങനെ ബബിൾസ് വരുന്നത്. ഇതേ രീതിയിൽ ബബിൾസ് വന്നതല്ല, ഇതിപ്പോ അധികരിച്ച ബബിൾസ് ആണ്, ഇതിങ്ങനെ വരാൻ പാടില്ല. അപ്പൊ ഇതേ ഈ ഫ്ലോക്ക് രൂപം കൊണ്ട് ആ ഫ്ലോക്കാണ് ഇതിന് ഭക്ഷണമായിട്ട് മാറുന്നത്. ഇപ്പൊ നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ മത്സ്യത്തീറ്റയുടെ കാര്യം, ഈ ഒരു ബയോഫ്ലോക്ക് സിസ്റ്റത്തില് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തീറ്റയുടെ അളവ് കുറവ് മതി. ഈ ഫ്ലോക്ക് എന്ന് പറയുമ്പോൾ അതിന് പ്രോട്ടീനാണ്. ഈ ഫ്ലോക്ക് ഈ മത്സ്യം ഇത് ഭക്ഷിക്കും. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് തീറ്റ എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റ് മത്സ്യകൃഷിയുടെ ചെലവിൽ നിന്നും വളരെയധികം കുറഞ്ഞു നിൽക്കും. അപ്പൊ അതുകൊണ്ട് ഈ ബയോഫ്ലോക്ക് ടാങ്കിൽ നമുക്ക് ആ ചെലവ് കുറയ്ക്കുന്നത്, തീറ്റ ചെലവാണ് എല്ലാ മത്സ്യകൃഷിയിലും ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ തീറ്റ ചെലവ് കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഈ ഫ്ലോക്കിന്റെ അളവ് മെഷർ ചെയ്യുന്നതാണ് ഈ ഒരു കോൺ, ഇംഹോഫ് കോൺ എന്നാണ് ഇതിന് പറയുന്നത്. ഇതിനകത്ത് 1 ലിറ്റർ വെള്ളം എടുത്ത് 15 മിനിറ്റ് സെറ്റിൽ ചെയ്യാൻ വെക്കുമ്പോഴത്തേക്ക് ഇതിന്റെ അടിഭാഗത്ത് വന്ന് അടിയും ഫ്ലോക്ക്. അപ്പൊ ആദ്യം ഒരു 5 ml ആണ് വേണ്ടത്. 5 ml വരുമ്പോഴാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ ഇതിനകത്തോട്ട് സ്റ്റോക്ക് ചെയ്യേണ്ടത്. പിന്നീട് ഒരു 20 ml വരെ നമുക്ക് എത്തിക്കാം. അത് അധികരിച്ച് പോകാനായിട്ട് പാടില്ല. പിന്നെ 5 ml ഫ്ലോക്ക് ആയതിനു ശേഷം നമ്മൾ മത്സ്യക്കുഞ്ഞുങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നു. ഈ മത്സ്യക്കുഞ്ഞുങ്ങൾ നമ്മൾ ഇതിനകത്ത് ഇടുന്ന 1250 ഗിഫ്റ്റ് തിലാപ്പിയ മത്സ്യക്കുഞ്ഞുങ്ങളാണ്. അത് ഗിഫ്റ്റ് ആകാം, ചിത്രലാടയാകാം, ഏത് വേണമെങ്കിലും ആകാം. ഇത് 1250 മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് ഈ 5 മീറ്റർ ഡയ ടാങ്കിലേക്ക് ഇടുന്നത്. അത് നമ്മൾ ഒരു 6 മാസം കൊണ്ടാണ് അതിന്റെ വിളവെടുപ്പ്. ഈ 1250 നമ്മൾ ഒരു 500 കിലോഗ്രാം ആണ് ഇതിന്റെ പ്രൊഡക്ഷൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഒരു വർഷത്തിൽ 2 വിളവെടുക്കാൻ സാധിക്കും. അപ്പൊ ഒരു വർഷം കൊണ്ട് നമുക്ക് 1 ടൺ ആണ് ഇതിനകത്ത് ഉത്പാദനം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഈ ഒരു മത്സ്യകൃഷി രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം, ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ട് പിന്നീട് മീൻ സ്റ്റോക്ക് ചെയ്ത് തീറ്റ കൊടുക്കുന്നു. അപ്പൊ അതിനകത്ത് അമോണിയ ഉണ്ടാകും. തീറ്റയുടെ വേസ്റ്റും ഇതിന്റെ കാഷ്ടം അതെല്ലാമായിട്ട് അമോണിയ ഉണ്ടാകും. അത് നിർവീര്യമാക്കാൻ വേണ്ടി കാർബൺ സോഴ്സ് ആഡ് ചെയ്തു. ഇതേ പ്രോസസ്സ് തന്നെ തുടർന്ന് പോകേണ്ട കാര്യമേ ഉള്ളൂ. സിസ്റ്റം സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ, ബാക്ടീരിയ എല്ലാം ആവശ്യത്തിന് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് ഇത് വളരെ സ്റ്റേബിൾ ആയിട്ട് പോകും. ആഴ്ചയിൽ ഒരിക്കൽ മാത്രം നമുക്ക് കാർബൺ സോഴ്സ് മറ്റും ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. വളരെ എയറേഷനും നല്ല രീതിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ സിസ്റ്റം വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. ഇപ്പൊ നമ്മൾ ഫീൽഡിൽ നമ്മുടെ കർഷകരൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ഇത് ചെയ്യുന്നുണ്ട്. സിസ്റ്റം നല്ലതാണെങ്കിൽ അതെല്ലാം ഓക്കെയാണ്. പിന്നീട് വരുന്നതാണ്, ഇനിയിപ്പോ ഞാൻ സ്പീഡിൽ അങ്ങ് പറഞ്ഞു പോകാൻ സമയമില്ല. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ അടുത്ത നൂതന മാം ഒരു കാര്യം, ഇനി കുട്ടികൾക്ക് ഇപ്പൊ വീട്ടില് കുളമൊക്കെ ഉള്ളവർക്ക് ആണെങ്കിൽ പെട്ടെന്ന് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞ് നമുക്ക്
കുളമൊക്കെ വീട്ടിലുള്ളവർക്ക് അതിൽ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും എങ്ങനെ ചെയ്യണമെന്നുള്ളത് കുളം ഉള്ളവർക്ക് അത് ഞാൻ പറഞ്ഞുതരാം. അത് അപ്പൊ കുളം ഉള്ളവർക്ക് എന്ന് പറയാം, ഇപ്പൊ നമ്മുടെ സ്കീം തന്നെയുണ്ട്. ഇപ്പൊ കൊച്ചു പിന്നെ കുളത്തിലെ വീട്ടുവളപ്പിൽ കുളത്തിലെ മത്സ്യകൃഷി, അങ്ങനെ നമ്മൾ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെ അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ കൃഷി രീതിയിൽ എന്ന് പറയുമ്പോൾ 2 സെന്റ് കുളമാണ് നമ്മുടെ പദ്ധതിയുടെ ഭാഗമായിട്ട് വരുന്നത്. അത് മൺകുളമാകാം, പടുത വിരിച്ചിട്ടുള്ള കുളമാകാം. അപ്പൊ അതിനകത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ പിന്നെ ആസാം വാള കുഞ്ഞുങ്ങളെയാണ് അതിനകത്ത് നമ്മുടെ സ്കീം പ്രകാരം നിക്ഷേപിക്കുന്നത്. പക്ഷെ അങ്ങനെ വേണമെന്നില്ല. കാർപ്പ് മത്സ്യങ്ങൾ നമ്മളിപ്പം ശുദ്ധജലമാണെന്നുണ്ടെങ്കിൽ കട്ട്ള, രോഹു, മൃഗാൾ ഇങ്ങനെയുള്ള കാർപ്പ് മത്സ്യങ്ങൾ നമുക്ക് അതിനകത്ത് നിക്ഷേപിക്കാം. ആസാം വാള നിക്ഷേപിക്കാം. ഈ ആസാം വാളയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഡെൻസിറ്റി, നമ്മളിപ്പോ ഈ 2 സെന്റ് എന്ന് പറഞ്ഞതിനകത്ത് 1000 ആസാം വാള കുഞ്ഞുങ്ങളെയാണ് ഇടുന്നത്. അതേ സമയത്ത് നമ്മളിപ്പോ കാർപ്പ് മത്സ്യങ്ങൾ സാധാരണ രീതിയിൽ എയറേഷൻ ഒന്നുമില്ല, അങ്ങനെയുള്ള മറ്റു സംവിധാനങ്ങളൊന്നുമില്ല. അത് സാധാരണ ഒരു കുളം, ഇപ്പൊ പറഞ്ഞ പോലെ വീട്ടുവളപ്പിൽ സാധാരണ ഒരു മൺകുളം ഉണ്ട്. 1 സെന്റാണ് മൺകുളം. ഈ 1 സെന്റ് കുളത്തിൽ എത്ര മത്സ്യ കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കാം? ആ ഒരു കണക്ക് പറയുമ്പോഴത്തേക്ക് നമ്മൾ സയന്റിഫിക്കലി ചെയ്യുമ്പോഴത്തേക്ക് 1 സെന്റില് 30 എണ്ണം, 30-40 അത്രയും പാടുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കാർപ്പ് മത്സ്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് 1 വർഷം കൊണ്ട് 1 കിലോ ആണ് സൈസ് വരുന്നത്. അപ്പൊ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇതിന്റെ ക്യാരിങ് കപ്പാസിറ്റി ഉൾക്കൊള്ളാൻ പറ്റണമല്ലോ. ഇപ്പൊ പല ആൾക്കാരും ഇപ്പൊ ഈ 1 സെന്റില് 40 എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇതുകൊണ്ട് എന്ത് ചെയ്യാനാണ് എന്നുള്ള ഒരു ചോദ്യം എല്ലാ കർഷകരും ഉന്നയിക്കാറുണ്ട്. പക്ഷെ ഈ 40 എണ്ണം സ്റ്റോക്ക് ചെയ്യാൻ 40 എണ്ണം അതിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റും. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൂടുതൽ അതിനകത്തോട്ട് സ്റ്റോക്ക് ചെയ്യണം. ഇപ്പൊ 100 എണ്ണം കൊണ്ട് ഇട്ടാലും കുഴപ്പമില്ല, നമുക്കൊരു സർവൈവൽ 70-80% സർവൈവൽ കിട്ടുകയുള്ളൂ. അപ്പൊ അതേ രീതിയിൽ 1 സെന്റ് കുളത്തിൽ പരമാവധി പോയ ഒരു 100 എണ്ണം കൊണ്ടിടുക, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു 40 എണ്ണം 50 എണ്ണം അതിനകത്ത് നിന്ന് കിട്ടും. അത്രയും നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. അതേ സമയത്ത് ഇപ്പൊ കരിമീനാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ 200 ഗ്രാം 250 ഗ്രാം സൈസിലാണ് നമ്മളത് ഹാർവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് കുറച്ചുകൂടെ കൂടുതൽ എണ്ണം നമുക്ക് നിക്ഷേപിക്കാനായിട്ട് സാധിക്കും. അപ്പൊ 1 സെന്റില് ഈ 30 എണ്ണം അല്ലെ ഇപ്പൊ 40 എണ്ണമാണെന്നുണ്ടെങ്കിൽ അതിന്റെ 4 ഇരട്ടി നമുക്ക് നിക്ഷേപിക്കാനായിട്ട് സാധിക്കും. അപ്പൊ 1 സെന്റിൽ 160 കരിമീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതേ രീതിയിലാണ് നമ്മുടെ വീട്ടുവളപ്പിൽ ഒരു ചെറിയ കുളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത്, പക്ഷെ അതിനകത്ത് ഇപ്പൊ ആദ്യം നമ്മൾ ഇതിനെ വെറുതെ കൊണ്ടുവന്ന് നമുക്ക് കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കാനായിട്ട് പാടില്ല. അതിനകത്ത് ചിലപ്പം മറ്റ് മത്സ്യങ്ങൾ, വലിയ വേറെ ഏതെങ്കിലും ഉപദ്രവകാരികളായ മത്സ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മത്സ്യ കുഞ്ഞുങ്ങളെ പിടിച്ച് തിന്നാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് കുളം നല്ലതുപോലെ വൃത്തിയാക്കിയതിനു ശേഷം മാത്രമേ നമ്മൾ മത്സ്യ കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കാനായിട്ട് പാടുള്ളൂ. വറ്റുന്ന കുളമാണെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ആ വറ്റുന്ന സമയത്ത് ഏപ്രിൽ മെയ് മാസത്തിലോ കുളം നല്ലതായിട്ട് വറ്റി അതെല്ലാം നശിച്ചു പോകും. അതേ സമയത്ത് വറ്റിക്കാൻ പറ്റാത്ത കുളമാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് മറ്റ് കെമിക്കൽ, ബ്ലീച്ചിങ് പൗഡർ ആണ് നമ്മളിപ്പോൾ കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വെള്ളത്തിന്റെ അളവ് കുറച്ചിട്ട് ബ്ലീച്ചിങ് പൗഡർ ആഡ് ചെയ്ത് മറ്റ് മത്സ്യങ്ങളെല്ലാം കൊന്നതിന് ശേഷം പിന്നെ നമ്മൾ ലൈമിങ്, കുമ്മായം ചേർക്കണം. അതിന്റെ pH ലെവലൊക്കെ കറക്റ്റ് ചെയ്യാനായിട്ടും പിന്നെ അതിനകത്തുള്ള ബാക്ടീരിയ പോലുള്ള അണുക്കളൊക്കെ നശിക്കാനും ഇട്ടൊക്കെ ഈ ലൈം കുറച്ച് പ്രയോജനം ചെയ്യും. അങ്ങനെ ലൈമിങ് നടത്തുന്നു. പിന്നെ വളപ്രയോഗത്തിൽ നമ്മൾ കൂടുതലും ചാണകമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അത് കൂടാതെ യൂറിയ, സൂപ്പർ ഫോസ്ഫേറ്റ് അത് ഉപയോഗിക്കും. പിന്നെ വീട്ടിലെ കുളത്തിൽ നമുക്ക് കുറച്ച് ചാണകം ഇട്ടാൽ മതിയാവും. അപ്പൊ അങ്ങനെയൊക്കെ ഇട്ട് അതിനകത്ത് ഒരു പ്ലാങ്ക്ടൺ പ്രൊഡക്ഷൻ ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം വേണം കുഞ്ഞുങ്ങളെ നമ്മൾ അങ്ങോട്ട് സ്റ്റോക്ക് ചെയ്യാനായിട്ട്. കാരണം അപ്പോൾ മാത്രമേ അതിന് ലൈവായിട്ടുള്ള പ്രകൃതിയാലുള്ള ആഹാരവും കിട്ടും, പിന്നെ നമ്മൾ കൊടുക്കുന്ന പെല്ലറ്റ് തീറ്റയും. അപ്പൊ ഈ തീറ്റയുടെ കാര്യം പറയുമ്പോഴത്തേക്കും പിന്നെ ഇനിയിപ്പോ ഞാൻ ഈ ഇതിനകത്ത് വലിയ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ അത് ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂതന മത്സ്യകൃഷി ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കൂടുതൽ മത്സ്യകൃഷിയെ കുറിച്ചിട്ടൊക്കെയുള്ള സംഭവങ്ങൾ ഞാൻ കൊണ്ടുവന്നത്. ഇനിയിപ്പോ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതും തന്നെ നല്ല സമയം എടുക്കും. ഇപ്പൊ തീറ്റയുടെ കാര്യം ഞാൻ പറയാം. തീറ്റയുടെ കാര്യം പറയാം. അത് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അത് പറയുന്നതുകൊണ്ട് തീറ്റ ഞാൻ കുറച്ച് കൂടുതലായിട്ട് ഇതൊക്കെ കൊണ്ടുവന്നതാണ്. തീറ്റ നമ്മൾ സാധാരണ പെല്ലറ്റ് തീറ്റയാണ് ഇതിന് കൊടുക്കുന്നത്. അത് മത്സ്യ കുഞ്ഞുങ്ങളെ നമ്മളിപ്പോ കരിമീൻ ഇടാം. ഈ പൊമ്പാനോ കളാഞ്ചി എത്ര പരിചയം ഉണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല. ഇതൊക്കെ കൂട് മത്സ്യകൃഷിക്കായിട്ടൊക്കെ ഉപയോഗിക്കുന്ന മത്സ്യങ്ങളാണ്. ഇത് നഴ്സറി റയറിംഗ് ആണ്. ഇതുപോലെ ചെറിയ ഹാപ്പയിലിട്ട് അല്ലെങ്കിൽ പെൻ ചെയ്തിട്ട് അതിനകത്ത് കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ടിട്ട് റയർ ചെയ്തിട്ടാണ് വലിയ ഏരിയയിലേക്ക് മാറ്റുന്നത്, അല്ലെങ്കിൽ കൂടുകളിലേക്ക് മാറ്റുന്നത്. ഇതുപോലെ ഇതൊക്കെ നഴ്സറി പരിപാലനമാണ്. സിമെന്റ് ടാങ്കിൽ ചെയ്യാം, FRP ടാങ്കുകളിൽ. പിന്നെ ഇതേപോലെ മത്സ്യ കുഞ്ഞുങ്ങളെ ഇതേപോലെ ബാഗിൽ പാക്ക് ചെയ്ത്, അതെന്ന് വെച്ചാൽ 1/3 ഭാഗം വെള്ളവും ബാക്കി ഓക്സിജൻ ഫില്ല് ചെയ്ത് അങ്ങനെയാണ് മത്സ്യ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നത്. മത്സ്യ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് അങ്ങ് അതിനകത്തേക്ക് റിലീസ് ചെയ്യാനായിട്ട് പാടില്ല. അതൊന്ന് പൊരുത്തപ്പെടുത്തിയിട്ട് വേണം. ഇതേപോലെ കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടതിന് ശേഷം കുളത്തിലെ വെള്ളവും ഇതിനകത്തോട്ട് ഈ ബാഗിനകത്തെ വെള്ളവും കൂടെ താതാത്മ്യം പ്രാപിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ചിട്ട് അങ്ങനെ വേണം പതുക്കെ റിലീസ് ചെയ്ത്. ഇതേപോലെ മത്സ്യം തനിയെ അങ്ങോട്ട് ഇറങ്ങിപ്പോണം. അതേ രീതിയിൽ വേണം മത്സ്യത്തെ സ്റ്റോക്ക് ചെയ്യാനായിട്ട്. പിന്നീടാണ് ഇതിന് കൊടുക്കേണ്ട തീറ്റ മുൻകാലങ്ങളിലൊക്കെ കൊടുത്തിരുന്നത് തവിടും കടലപ്പിണ്ണാക്കും കൂടെ കുഴച്ച് വെച്ചാൽ കൊടുക്കത്തുള്ളായിരുന്നു. പക്ഷെ അത് ഒരു ശരിയായിട്ട് സയന്റിഫിക് ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ല. നമ്മൾ ഇപ്പൊ ഫോളോ ചെയ്യുന്നത് പെല്ലറ്റ് തീറ്റയാണ്.
പെല്ലറ്റ് തീറ്റയാണ് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ. അത് പല പെല്ലറ്റ് സൈസ്, മത്സ്യത്തിന്റെ വായുടെ വലിപ്പം അനുസരിച്ചിട്ട് ഉള്ള പെല്ലറ്റ് വേണം നമ്മൾ വാങ്ങിച്ചു കൊടുക്കാനായിട്ട്. തീരെ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ 0.6 mm 0.8 mm തീറ്റ വാങ്ങിക്കാം. പിന്നെ വളർന്നു വരുന്തോറും 1 mm 2 mm 3 mm ഇങ്ങനെ നമുക്ക് പെല്ലറ്റ് സൈസ് കൂട്ടി വേണം തീറ്റ വാങ്ങിക്കാനായിട്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിന്റെ പ്രോട്ടീൻ കണ്ടന്റ് ഫാറ്റ് കണ്ടന്റുമാണ്. തീറ്റ വാങ്ങിക്കുമ്പോഴത്തേക്ക് ചില മത്സ്യങ്ങൾക്ക് പ്രോട്ടീൻ കണ്ടന്റ് കുറവായാലും കുഴപ്പമില്ല. ഇപ്പൊ കട്ട്ല, രോഹു, മൃഗാള് പോലെയുള്ള ശുദ്ധജല മത്സ്യങ്ങൾക്ക്, കാർപ്പ് മത്സ്യങ്ങൾക്ക് നമുക്ക് ഒരു 24% മുതൽ 30% വരെയുള്ള പ്രോട്ടീൻ അടങ്ങിയ തീറ്റ മതിയാവും. അപ്പൊ നമ്മൾ ഇനിഷ്യലി ഒരു 32 കൊച്ചു കുഞ്ഞുങ്ങൾ അവർ 32% പ്രോട്ടീൻ കൊടുക്കും, ഒരു 4-5% ഫാറ്റും കാണും ആ തീറ്റയിൽ. അതേ സമയത്ത് ബ്രാക്കിഷ് വാട്ടർ ഫിഷ് ആണെങ്കിൽ, ഉപ്പുജലത്തിൽ വളരുന്ന പൊമ്പാനോ കാളാഞ്ചി പോലുള്ള മത്സ്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതിന് പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലാണ് വേണ്ടത്. അതിനൊരു 45% പ്രോട്ടീനും ഒരു 8 മുതൽ 10% വരെ ഫാറ്റും അടങ്ങിയ തീറ്റയാണ് വേണ്ടത്. ഇത് ഞാനിങ്ങനെ പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം തീറ്റയുടെ കാര്യത്തിൽ ഈ പ്രോട്ടീൻ കണ്ടന്റ് വ്യത്യാസപ്പെടുന്നതനുസരിച്ച് അതിന്റെ വിലയിലും വ്യത്യാസം വരും. പ്രോട്ടീനും ഫാറ്റും വ്യത്യാസപ്പെടുന്നതനുസരിച്ച് വിലയിൽ നല്ല വ്യത്യാസം വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏത് മത്സ്യത്തെയാണോ വളർത്തുന്നത് അതിനാവശ്യമായിട്ടുള്ള തീറ്റ മാത്രം വാങ്ങിച്ചാൽ മതിയാവും. ഇപ്പൊ കാർപ്പ് മത്സ്യത്തിന് നമ്മൾ ഈ 45% പ്രോട്ടീനുള്ള തീറ്റ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് ഒരുപാട് ഫീഡ് കോസ്റ്റ് ആവും, അത് നഷ്ടമാണ് നമുക്ക്. അപ്പൊ ഓരോ മീനും ഏത് തീറ്റയാണോ ആവശ്യം അതനുസരിച്ച് കൊടുത്താൽ മതിയാവും. പിന്നെ ഇത് കൊടുക്കേണ്ടതിന്റെ ബോഡി വെയിറ്റിന്റെ ഒരു 5 to 7% ആണ് ഈ തീറ്റ ഇതിന് കൊടുക്കേണ്ടത്. രാവിലെയും വൈകുന്നേരവുമാണ് തീറ്റ കൊടുക്കുന്നത്. ഓക്കെ മാം. നമ്മുടെ നമ്മുടെ സമയം ഏകദേശം കേക്കുന്നു. നമ്മുടെ സമയം തീരാറായല്ലേ? സമയം വേണമെങ്കിൽ പറയാം മാം. അടുത്തൊരു മീറ്റിംഗ് ഉണ്ട്. ഓക്കെ, ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി അതിന്റെ അടിസ്ഥാന കാര്യങ്ങൾ തൊട്ട് പറഞ്ഞു തന്ന മാമിന് പ്രത്യേകം നന്ദി പറയുന്നു. അത് പല കാര്യങ്ങളും അറിയാത്തവരെ സംബന്ധിച്ച് കൃത്യമായിട്ടും അതിന്റെ ബേസിക് എല്ലാ കാര്യങ്ങളും മാം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. pH വാല്യൂ നോക്കുന്ന കാര്യം, തീറ്റയുടെ കാര്യം, പിന്നെ എങ്ങനെ